ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. എല്ലാവർക്കും പ്രണാമം. ഞാനൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ എത്രത്തോളം കപിലോപദേശത്തിനെ പറ്റി പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ. സ്വയംഭുവ മനുവും ശതരൂപ ദേവിയും അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ഉത്താനപാദനും പ്രിയവ്രതനും പുത്രന്മാര്. അവരുടെ ചരിത്രം പിന്നീട് വരുന്നുണ്ട്. പുത്രിമാരില് ആദ്യത്തേത് ദേവഹൂതി, രണ്ടാമത്തത് ആകൂതി, മൂന്നാമത്തത് പ്രസൂതി. ആദ്യത്തെ പുത്രി, അതായത് ദേവഹൂതി, അദ്ദേഹത്തിന്റെ കഥയാണ് ഇതിൽ വരുന്നത്. 3ാമത്തെ സ്കന്ധത്തിൽ അവസാനത്തെ ഭാഗം. ദേവഹൂതിക്ക് കർദമനെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ആ കഥ പറഞ്ഞതിന് ശേഷം കപിലോപദേശത്തിലേക്ക് കടക്കാം. കർദമ ഋഷി ഒരു മഹായോഗിയും തപസ്വിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ശ്രേഷ്ഠത കേട്ട് 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 ദേവഹൂതിക്ക് അദ്ദേഹത്തിൽ ഒരു പ്രിയം ജനിച്ചു. അദ്ദേഹത്തിന് തന്നെ വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളില് ഉദിച്ചു. കർദമനും അതുപോലെ ഒരു നിയോഗമുണ്ടായിരുന്നു. ദേവഹൂതിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഭഗവത് അവതാരം അദ്ദേഹത്തിലൂടെ നടക്കണം, സംഭവ്യമാകണം എന്നുള്ളത് കൊണ്ട് ആ ഒരു നിയോഗം നടക്കണമല്ലോ. ഇപ്പൊ ബ്രഹ്മദേവൻ കർദമന്റെ അടുത്ത് പറഞ്ഞു, നീ പോയി തപസ് അനുഷ്ഠിക്കണം. എന്തിനാണ് തപസ് അനുഷ്ഠിക്കേണ്ടത്? ഒരു പുത്രൻ ജനിക്കണമെങ്കിൽ, പുത്രനല്ല സന്താനങ്ങളെ ഉദ്ഭവിക്കണമെങ്കിൽ തപസ്സിലൂടെ മാത്രമായിരിക്കണം. എങ്ങനെയെങ്കിലും പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ ജനിച്ചാൽ പോരാല്ലോ. നല്ല ഉത്തമരായ സന്തതികൾ ഉണ്ടാവണം എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ തപസ് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടല്ലേ. പക്ഷെ എങ്ങനെയുള്ള കുട്ടികളാണ്? തലതിരിഞ്ഞ കുട്ടികളൊക്കെ അല്ലേ. ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, അതിന്റെ പിന്നിൽ ഒരു തപസ്സിന്റെ ഒരു ഇത് ഒന്നും കാണുന്നില്ല. ഇതിലൂടെ ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുകയാണ്. നല്ല സന്തതികളെ ഉത്പാദിക്കണമെങ്കിൽ എന്താ വേണ്ടേ? തപസ് തീർച്ചയായിട്ടും വേണം, അത്യാവശ്യമാണ്. അപ്പൊ കർദമൻ തപസ് അനുഷ്ഠിക്കുകയാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്താ വേണ്ട എന്ന് ചോദിച്ചപ്പോൾ കർദമൻ പറയാണ്, ഭഗവാനെ, അങ്ങ് സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, മഹാത്മാവാണ്. പക്ഷെ അങ്ങയിൽ നിന്നും ഞാൻ ചോദിച്ചത് എന്താണ്? എന്റെ ഉള്ളില് ആഗ്രഹം എന്താ? സന്തതികളെ ഉത്പാദിപ്പിക്കണം, അതിന് കല്യാണം കഴിക്കണം എന്നല്ലേ. അതായിരുന്നു ആഗ്രഹം. എങ്ങനെ വന്നു അത്? ബ്രഹ്മദേവൻ ഉപദേശം നൽകിയതുകൊണ്ട്. അപ്പൊ ഭഗവാന്റെ അടുത്ത് പറയണേ, ഭഗവാനെ, അങ്ങയിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കാതെ ഞാൻ ഇതാണല്ലോ ആഗ്രഹിച്ചത്. എന്തൊരു നീചനാണ് ഞാൻ, എന്തൊരു വിഡ്ഢിയായി പോയല്ലോ ഞാൻ. ഒരു രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് രാജാവ് പറയണേ, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ദിവസത്തെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഷ്ണങ്ങൾ തരുമോ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി. അങ്ങേടത്ത് ചെന്നിട്ട് ഞാൻ മോക്ഷം ചോദിക്കുന്നതിന് പകരം ഈ നിസ്സാരമായ ഒരു കാര്യമാണല്ലോ ചോദിച്ചത് എന്ന് ഭഗവാന്റെ അടുത്ത് പറയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, നിന്നെ മോശമായിട്ട് കാണരുത്. നിന്റെ ഉള്ളിൽ ആ സങ്കല്പം ഉദിച്ചതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട്. നിന്നിലൂടെ വലിയൊരു മഹത് കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നമ്മുടെ ദേവഹൂതിയുടെ അച്ഛനും അമ്മയും, അതായത് മഹാരാജാവും റാണിയും വന്ന് നിന്നോട് അപേക്ഷിക്കും അവരുടെ പുത്രിയെ കല്യാണം കഴിക്കാൻ. അപ്പൊ നീ എന്താ ചെയ്യണ്ടേ? അയ്യോ, ഞാനൊരു നീചനാണ്, എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ജനിച്ചല്ലോ എന്ന് പറഞ്ഞ് നിന്നെ മോശമായിട്ട് കാണിക്കരുത്. നീ സ്വീകരിക്കണം അവരെ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ ജനിക്കും, സാക്ഷാത് ഞാൻ തന്നെ നിന്റെ പുത്രനായിട്ട് അവതരിക്കും. അതിനുശേഷം നിനക്ക് ഞാൻ എന്റെ അമ്മയ്ക്ക് ഉപദേശം നൽകും. നീ അതിനു മുൻപ് സന്യാസം സ്വീകരിച്ച് കാട്ടിലേക്ക് പോകാം എന്ന് പറയാൻ.
പക്ഷെ അതുവരെയുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞതുപോലെ നീ അനുഷ്ഠിക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഭഗവാൻ കർദമന്റെ അടുത്ത്. അതുപോലെ കർദമൻ തിരിച്ചു ചെന്നു വീട്ടിലേക്ക്, ആശ്രമത്തിലേക്ക്. അപ്പൊ കാത്തിരിക്കുകയാണ്. അപ്പൊ രാജാവ് സ്വന്തം പുത്രിയെയും കൊണ്ട് റാണിയെയും കൊണ്ട് വരികയാണ്. എന്നിട്ട് അപേക്ഷിക്കുകയാണ്, മഹർഷേ എന്റെ പുത്രിയെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. പക്ഷെ എങ്ങനെയായിരുന്നു വിവാഹം? വലിയ രാജാവാണ്, രാജാധിരാജനാണ്. പക്ഷേ പുത്രിയുടെ വിവാഹം എങ്ങനെയായിരുന്നു? ഒരു ആഡംബരവും ഇല്ല, വെറും മന്ത്ര ഉച്ചാരണത്തോടുകൂടി ആ സമയത്ത് അവരെ പുത്രിയെ അവിടെ ഏൽപ്പിച്ചു കർദമന്. എന്നിട്ട് രാജാവ് പോയി തിരിച്ച്. ആ സമയത്ത് പുത്രിയെ കൊണ്ടുപോയി ചോദിച്ചു, അപേക്ഷിച്ചു, സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുത്തു അവിടെ വെച്ച് തന്നെ. എന്നിട്ട് രാജാവ് മടങ്ങിപ്പോയി. പുത്രിയോട് ഒന്നും ചോദിച്ചതേ ഇല്ല. നിനക്ക് തയ്യാറാണോ അവിടെ നിൽക്കാൻ? വലിയ ത്യാഗമാണ് നീ ചെയ്യാൻ പോകുന്നത്. കാരണം എവിടെയാണ് നീ ജീവിച്ചത്, ഈ ഒരു അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്നൊന്നും ചോദിച്ചില്ല. പോയി അങ്ങോട്ട്. ശരി, വിവാഹം കഴിഞ്ഞു. കർദമനോ ഒറ്റ ഇരിപ്പാണ്. ഉള്ളിന്റെ ഉള്ളില് സ്നേഹം നല്ലോണം ഉണ്ട് ദേവഹൂതിയുടെ അടുത്ത്. പക്ഷേ പ്രകടിപ്പിക്കണ്ടേ അല്ലേ? പക്ഷെ ഒറ്റ ഇരിപ്പാണ് തപസ് ചെയ്യാൻ. ദേവഹൂതിയാണെങ്കിലോ ഉള്ളിലെ ആഗ്രഹം ഉണ്ടല്ലോ, എന്റെ ഭർത്താവായിട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോ ഗൃഹസ്ഥ സൗഖ്യങ്ങള് കാമിച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ മഹാശ്രേഷ്ഠനും മഹായോഗിയും തപസ്വിയാണല്ലോ ഭർത്താവ്. അപ്പൊ ഭർത്താവിന് ഒന്നും ഒരു കുറവും വരാൻ പാടില്ല. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദേവഹൂതി എന്ത് ചെയ്തു? സേവനം സേവനം സേവനം. ഒരു നിരപേക്ഷയായി നിരാഭിമാനിയായിട്ട് സേവന തത്പരയായിട്ട് അവിടെ കഴിച്ചു കൂട്ടി. ഭർത്താവിന് ഒരു കുറവും സംഭവിക്കാൻ പാടില്ല, ഒരു കോപവും എന്നിൽ എന്റെ പ്രവൃത്തിയിൽ നിന്നും ഒരു കുറവും അദ്ദേഹത്തിന് വരാൻ പാടില്ല എന്ന് വിചാരണയോടുകൂടി സേവനത്തിൽ മുഴുങ്ങിയിരുന്നു എന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ കർദമൻ ചോദിച്ചു, സംപ്രീതനായി ദേവഹൂതിയില് കർദമൻ ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം എന്ന്. അപ്പൊ ഒരു ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമല്ലേ? എന്താ ആവശ്യം? ഭർത്താവിന് അറിയാലോ നന്നായിട്ടല്ലേ, ഗൃഹസ്ഥ സൗഖ്യമാണ് ആവശ്യം. പക്ഷെ എന്നാലും കർദമൻ ചോദിച്ചപ്പോൾ ദേവഹൂതി പറഞ്ഞു, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഗൃഹസ്ഥ ജീവിതത്തിലുള്ള സൗഖ്യങ്ങളെ ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞു ദേവഹൂതി. കർദമന് മനസ്സിലായി. കർദമൻ എന്ത് ചെയ്തു? അവിടുത്തെ ആ വലിയ യോഗി സിദ്ധനും അല്ലേ, അതുകൊണ്ട് ഒരു വലിയൊരു വിമാനം നിർമ്മിച്ചു. ആ വിമാനത്തിന്റെ പേര് കാമക എന്നാണ്. അതായത് ആഗ്രഹത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അങ്ങനത്തുള്ളൊരു വിമാനം. പക്ഷെ വിമാനം മുന്നിൽ പ്രത്യക്ഷം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ബെൻസ് കാറ്, മെർസിഡസ് ബെൻസ് ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് യാത്രയ്ക്ക് പോകാൻ, ഹണിമൂണിന് പോകാനൊക്കെ. പക്ഷെ ദേവഹൂതിക്ക് മുഖത്ത് ഒരു പ്രസന്നത കാണുന്നില്ല, ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ അവൾ നിൽക്കുകയാണ് അവിടെ. കാരണം തപസ് അനുഷ്ഠിച്ച് ശരീരമൊക്കെ ശോഷിച്ചു പോയിരിക്കുന്നു. സുഖങ്ങളെ ആസ്വദിക്കണമെങ്കിൽ നമുക്കുള്ള ഉപാധിയും അതുപോലെ നല്ല ബെസ്റ്റ് ആയിരിക്കണമല്ലോ അല്ലെ. പക്ഷെ ശരീരം ശോഷിച്ച് ഉണങ്ങി വരണ്ടിയിരിക്കുകയാണ്. അപ്പൊ കർദമന് മനസ്സിലായി. പറഞ്ഞു, വിഷ്ണു ഭഗവാൻ നിർമ്മിച്ച ബിന്ദു സരോവരത്തിൽ ചെന്നിട്ട് നീ നന്നായിട്ട് കുളിച്ചിട്ട് വരൂ, ഫ്രഷ് ആയിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ദേവി ചെന്നു അവിടെ, ദേവഹൂതി ചെന്നു. വേറെയും പല ദേവിമാരും ഉണ്ടായിരുന്നു അവിടെ. ദൈവന്മാർ നന്നായിട്ട് കുളിപ്പിച്ചു ദേവഹൂതിയെ. എന്നിട്ട് നല്ല അലങ്കാരങ്ങള്, ദേവി അല്ലാതെ തന്നെ സൗന്ദര്യത്തിന്റെ ഒരു ധാമമാണ്. പക്ഷെ അലങ്കാരങ്ങള്, ആഭരണങ്ങളൊക്കെ അണിഞ്ഞപ്പോൾ അതിലും കൂടുതൽ സുന്ദരിയായി തീർന്നു. സാക്ഷാത് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീതി തന്നെ ഉണ്ടായി അവിടെ. എന്നിട്ട് കർദമൻ പല ലോകങ്ങളിൽ സഞ്ചരിച്ചു ദേവിയും കൊണ്ട്. ആ ഗൃഹസ്ഥാശ്രമ സുഖങ്ങള് നല്ലവണ്ണം പൂർണ്ണമായിട്ടും ദേവിക്ക് പ്രദാനം ചെയ്തു. അങ്ങനെ ഇരിക്കെ അവർക്ക് 9 പുത്രിമാരുണ്ടായി. 9 പുത്രിമാരുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഗൃഹസ്ഥാശ്രമ സുഖങ്ങള് നന്നായിട്ട് ആസ്വദിച്ചു എന്നാണല്ലോ അർത്ഥമല്ലേ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? സ്വാഭാവികമായി ദേവഹൂതിക്ക് ഉള്ളില് വൈരാഗ്യം ജനിച്ചു. എപ്പോഴാണ് വൈരാഗ്യം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഒരു സ്വാമിജി അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഈ വൈരാഗ്യം ജനിക്കുക? വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി. ഇദ്ദേഹം ചോദിക്കുന്നത്, ഒരു വായിൽ ബബിൾഗം ഉണ്ട്, ബബിൾഗം ഇട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട് ചോദിക്കാൻ. അപ്പൊ സ്വാമിജി ചോദിച്ചു, നീ ഈ ബബിൾഗം എന്താ തുപ്പാത്തെ, എന്താ ഇപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിൽ നിന്ന് സ്വാദ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, സ്വാദ് അനുഭവിച്ചിട്ടില്ല. ശരി, എപ്പോഴാ അത് തുപ്പിക്കളയാ? അതിൽ നിന്നും സ്വാദ് പൂർണ്ണമായിട്ട് എടുത്തതിന് ശേഷം എനിക്ക് തൃപ്തിയാകുമ്പോൾ ഞാനത് കളയുമല്ലേ. അതേപോലെ ഇവിടെ എന്താ സംഭവിച്ചത്? ഗൃഹസ്ഥ
ആശ്രമ സൗഖ്യങ്ങള് സുഖ സൗകര്യങ്ങൾ ഫുള്ളായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നൽ, ഞാൻ ചെയ്തത് വിഡ്ഢിതരമായി പോയോ? എന്റെ ഭർത്താവ് സാക്ഷാത് എന്താ പറയാ ഭഗവാന്റെ തന്നെ മൂർത്തിമത് ഭാവമാണ്. അപ്പോൾ ആ ഭർത്താവിൽ നിന്നും ആധ്യാത്മിക ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇതൊന്നും ചോദിക്കാതെ ഞാൻ എന്താ ഈ ഗൃഹസ്ഥാശ്രമ സൗഖ്യമാണല്ലോ ചോദിച്ചത്. എന്റെ ഭാഗത്തു നിന്നും വലിയൊരു തെറ്റ് സംഭവിച്ചു പോയെന്ന് തോന്നുന്നു. ഇനി കുറെ കാലം കഴിയുമ്പോൾ എന്റെ പുത്രിമാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർ എന്നെ വിട്ടു പോകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്റെ ഭർത്താവും എന്നെ വിട്ടു പോകും. ഞാനപ്പം ഏകാന്തിയായി പോവും. അപ്പോൾ ഈ ആധ്യാത്മിക ജ്ഞാനം എൻ്റെ അടുത്ത് ഉണ്ട് എങ്കിൽ എനിക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവില്ല, ഒരു പൂർണ്ണത എനിക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ അത് ചോദിക്കാണ്ട് ഇതാണല്ലോ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ ഉള്ളിന്റെ ഉള്ളില് സങ്കടം തോന്നി എന്നാണ് ദേവഹൂതിക്ക്. ദേവഹൂതി പറയാണ്, സാഹം ഭഗവതോ നൂനം വഞ്ചിത മായയാ ദൃഢം എന്ന് പറഞ്ഞ് കർദമന്റെ അടുത്ത് പറയാണ്. എന്താ പറയുന്നത്? സാഹം ഭഗവതോ നൂനം വഞ്ചിത മായയാ ദൃഢം. അഹം മായയാ ദൃഢം വഞ്ചിത. ഞാൻ മായയാൽ വഞ്ചിക്കപ്പെട്ടവളാണ്. കാരണം ആ സമയത്ത് കർദമൻ എന്നോട് ആവശ്യപ്പെട്ടു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ മോക്ഷം ചോദിക്കാമായിരുന്നു, കാക്ഷിക്കാമായിരുന്നു. പക്ഷെ ആ സമയത്ത് മായ എന്റെ ദൃഷ്ടിയെ മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ്? വെറും ഗൃഹസ്ഥാശ്രമ സൗഖ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കർദമൻ പറഞ്ഞു, നീ വ്രതം അനുഷ്ഠിക്കൂ. പ്രത്യേക പയോവ്രതം പറഞ്ഞു കൊടുത്തു, എങ്ങനെയാ ചെയ്യേണ്ട അതിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ്, നിനക്കൊരു പുത്രൻ ഉണ്ടാവും. സാക്ഷാത് ഭഗവാനാണ് പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കല്ല നിന്നെ ഉപദേശിക്കാനുള്ള ഒരു നിയോഗമുള്ളത്, നിന്റെ സ്വന്തം പുത്രൻ എനിക്ക് ഉപദേശം നൽകും എന്ന് പറഞ്ഞ് വ്രതം അനുഷ്ഠിക്കാൻ പറയാണ്. അവൾ ചോദിച്ചപ്പോൾ മാത്രമാണ് കർദമൻ ഈ വ്രതത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. പല സ്ഥലങ്ങളിലെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, വിരക്തസ്യ അന്തഃകരണേ ബ്രഹ്മജിജ്ഞാസ യോഗ്യതാ മത. ഒരു വിരക്തി വരുമ്പോൾ മാത്രമേ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനുള്ള യോഗ്യത അവർക്ക് ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോയി പണി നോക്കൂ, അത് വയസ്സായിട്ട് എന്താ പറയുക 60 വയസ്സിനൊക്കെ ശേഷം റിട്ടയർഡ് ആയതിനു ശേഷം വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണോ എന്നൊക്കെയാ തോന്നുക. അപ്പൊ തീവ്രമായിട്ടുള്ള ആ വൈരാഗ്യം ഉദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ജ്ഞാനത്തിന് ഒരു പ്രസക്തി വരുന്നുള്ളൂ, അതിനുള്ള യോഗ്യത വരുന്നുള്ളൂ. അതുകൊണ്ടാണ് കർദമൻ അപ്പോൾ വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത്. അപ്പൊ വ്രതം അനുഷ്ഠിച്ചു. അതിനുശേഷം സാക്ഷാത് ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ ആദ്യം കർദമന്റെ ഉള്ളില് ആ തേജസ് പുഞ്ചമായി പ്രവേശിച്ചു. അതിൽ നിന്നും ദേവഹൂതി ഉൾക്കൊണ്ടു ഭഗവാനെ. അപ്പൊ സമസ്ത ദേവതമാരും വന്ന് ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ഭഗവാൻ ജനിച്ചതിന് ശേഷം ഭഗവാനും കർദമനുമായിട്ടുള്ള ഒരു ഏകാന്തതയിലുള്ള ഒരു സംഭാഷണം, ഒരു സംവാദം നടക്കുന്നുണ്ട്. അപ്പൊ പറയാണ് ഭഗവാൻ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. നീ പക്വനാണ്, നിനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ജനിക്കണമെങ്കിൽ ഉത്തമരായിട്ടുള്ള ഒരു മാതാപിതാക്കൾ വേണ്ടേ, ഒരു ഉപാധി വേണ്ടേ. പക്ഷെ നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചു. അതുകൊണ്ട് നിന്റെ ഇപ്പോഴുള്ള കർത്തവ്യങ്ങള് തീർന്നിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. നിനക്കിനി പോകാം. എന്താണ്, എവിടേക്ക് പോവാം? സന്യാസം സ്വീകരിച്ച് നിനക്ക് കാട്ടിലേക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം, നീ മുക്തനായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പൊ കർദമൻ സ്വന്തം കർത്തവ്യങ്ങള് നിറവേറ്റി എന്ന പൂർണ്ണ തൃപ്തിയോടുകൂടി പോയി എന്നാണ്. ഇനി വരുന്നതാണ് എന്താണ് ദേവഹൂതിക്ക് കപില മഹർഷി നൽകുന്ന ഉപദേശങ്ങൾ. തുടങ്ങുന്ന നല്ല രസമായ ഒരു സംവാദത്തിലൂടെയാണ്. ദേവഹൂതി പറയാണ്, നിർവിണ്ണ നിതരാം ഭൂമൻ അസദ് ഇന്ദ്രിയ ദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമഃ പ്രഭോ. പറയാണ് ദേവഹൂതി പറയാണ്, ഇതുവരെ ഞാൻ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരുന്നു പോയി. ഇന്ദ്രിയ സുഖങ്ങള് കാക്ഷിച്ചു. പക്ഷേ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം അനുഭവിക്കും തോറും നമുക്ക് തോന്നും സുഖം ലഭിക്കുന്നുണ്ട് എന്ന്. പക്ഷേ നമ്മുടെ ഊർജം മുഴുവനും ഊറ്റിക്കൊണ്ടു പോവാണെന്നാണ്. സർവേന്ദ്രിയാണാം ജരയന്തി തേജഹ എന്ന് പറഞ്ഞിട്ട് നച്ചികേതസ് യമരാജന്റെ അടുത്ത് പറയാണ്. ഒരു ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് വിവേക ചൂടാമണിയിലെ ശങ്കര ഭഗവത് പാദാചാര്യജി. കുരങ്ക, മാതംഗ, പതംഗ, മീന, ഭൃംഗ, 5 മൃഗങ്ങളുടെ ഉദാഹരണം പറയാണ്. ഓരോന്നും ഓരോ ഇന്ദ്രിയങ്ങൾക്ക് അടിമകളാണ്. കുരങ്ക് മാൻ, മാനിനെ പിടിക്കുക ശബ്ദത്തിലൂടെയാണ്. മാതംഗ ആന, ആനയ്ക്ക് വീക്ക്നെസ്, ദുർബലത എന്ന് പറയുമ്പോൾ സ്പർശത്തിലൂടെയാണ്.
കുരങ്ക, മാതങ്ക, പതങ്ക, ഈയാമ്പാറ്റ. അത് രാത്രി വേളയിൽ നമ്മൾ വെളിച്ച് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമല്ലോ. ഈയാമ്പാറ്റയ്ക്ക് ആസക്തി എവിടെയാണ്? സൈറ്റ്, രൂപത്തിനോടാണ്. കുരങ്ക, മാതങ്ക, പതങ്ക, മീന്, ഫിഷ്, അതിന് ആസക്തി എന്താണ്? എല്ലാവർക്കും അറിയാലേ, ഭക്ഷണം. ഭൃംഗ, വണ്ട്, അതിന് ആസക്തി എന്ന് പറയുമ്പോൾ, വീക്ക്നെസ്, ദുർബലത എന്ന് പറയുമ്പോൾ ഗന്ധത്തിനോടെയാണ്. ഇതൊക്കെ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമേ അടിമകളായിട്ടുള്ളൂ. പക്ഷേ മനുഷ്യനോ ഈ 5 അടിമകളാണല്ലേ. ഓരോ ഇന്ദ്രിയത്തിന് അടിമകളായതുകൊണ്ട് അവരെ നാശത്തിലേക്കാണ് ആ ദുർബലത നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം കേൾക്കേണ്ട ആവശ്യമേ പറയേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയാണ് അമ്മ ദേവഹൂതി കപില മഹർഷിയുടെ അടുത്ത്. അല്ലെങ്കിൽ കപില അവതാരം ജ്ഞാന അവതാരമാണ്. ഭഗവാന് കർമ്മശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. കർമ്മശക്തിയിലൂടെ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. ജ്ഞാനശക്തിയിലൂടെ ജ്ഞാന അവതാരം സ്വീകരിച്ചുകൊണ്ട് സാഖ്യ യോഗ ദർശനങ്ങൾക്ക് ആ സമയത്ത് കോട്ടം വരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അധ്യാത്മജ്ഞാനത്തിനെ പുനഃസ്ഥാപിച്ചു കപില മഹർഷി. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. അമ്മ നന്നായിട്ട് അമ്മയുടെ സ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞു. സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾ നമുക്ക് തോന്നാം ഒരു രസകരമായ രീതിയിലാണ് പോകുന്നത്, എനിക്ക് ആസ്വാദനമാണ് നൽകുന്നതെന്ന്. പക്ഷേ അത് അവസാനം ചെന്ന് കലാശിക്കുന്നത് നാശത്തിലേക്കാണ്. ഒരാള് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വഴിയിൽ നരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എനിക്ക് എന്തായാലും സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, അപ്പൊ നരകത്തിൽ ഒന്ന് പ്രവേശിച്ചിട്ട് പോവാം, എങ്ങനെയാണ് നരക അനുഭൂതി എന്ന് നോക്കിയിട്ട് പോവാം. നരകത്തിലേക്ക് കയറിയപ്പോ അവിടെ ഡാൻസും പാട്ടും കൂത്തും ബഹളമൊക്കെയാണ്. ഒരു ദുഃഖത്തിന്റെ ഒരു കണിക പോലും കാണുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ഇത് നരകം തന്നെയാണോ? എന്നിട്ട് അവസാനം അവിടെ നിന്ന് പോരുകയാണ്. നരകം തന്നെ ഇങ്ങനെയാണെങ്കിൽ സ്വർഗം എങ്ങനെയായിരിക്കും? ആഹാ, ഉള്ളിൽ വലിയധികം സന്തോഷമായി. പോയി സ്വർഗത്തിൽ കയറിയപ്പോ ഇതുപോലെ വലിയൊരു ഹാള്, ഒരു മുറി, അങ്ങേറ്റത്ത് ഒരു ചെയറുണ്ട്, അതിൽ ഒരാള് കിരീടമൊക്കെ ധരിച്ചിരിക്കുകയാണ്. ഭഗവാനായിരിക്കുമല്ലേ അത്. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോയിരുന്നു. ആരും ഇല്ല അവിടെ. കുറച്ചേരം അങ്ങനെ ഇരുന്നു. ഭഗവാനും ഒന്നും മിണ്ടിയില്ല, ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. ബോറടിക്കുമല്ലോ അല്ലേ. അപ്പൊ പറഞ്ഞു, ഭഗവാനെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വീണ്ടും അവിടേക്ക് പോവാണ്, എവിടെ നരകത്തിലേക്ക് പോവാണ്, അതാണ് സുഖം എന്ന് തോന്നുന്നത്. ഭഗവാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നു, നരകത്തിലെ കാല് വെച്ച ആ നിമിഷം സത്കാരങ്ങൾ തുടങ്ങി. അതായത് ചമ്മന്തി പോലെ അരച്ചു, ചപ്പാത്തി പോലെ പരത്തി, ചൂട് വറുത്തു പൊരിച്ചു, അതൊക്കെ തുടങ്ങി. ഇദ്ദേഹം നിലവിളിക്കാണ്, ഈശ്വരാ എന്താ ഇത് സംഭവിക്കുന്നത്? ഞാൻ അന്ന് കണ്ട നരകം അല്ലോ ഇത്, എന്താ ആരെങ്കിലും ഒരു ഉത്തരം പറയൂ എന്ന്. അപ്പൊ ഒരാള് കരുണ ഉള്ളിൽ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അതുകൊണ്ട് പറഞ്ഞു, പാവം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാം, അന്ന് കണ്ട നരകം നമ്മുടെ പരസ്യം ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇപ്പോൾ കാണുന്നതാണ് ശരിക്കുള്ള നരകം എന്ന്. അപ്പൊ ദേവഹൂതി പറയാണ്, ഇത് തന്നെയാണ് ഇന്ദ്രിയ സുഖങ്ങളും. ആദ്യം ആസ്വദിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഒരു ഉഷാറ്, ഒരു ഉണർവ് പ്രദാനം ചെയ്യുന്നു എന്ന്. പക്ഷെ അവസാനം ചെന്ന് കലാശിക്കുന്നത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും. അതുകൊണ്ട് പറയാണ്, എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. എന്താണ്? ഈ ഗുരുവിനെ കിട്ടി. പല ആൾക്കാര് അപ്പൊ ഹിമാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്ര സന്യാസിമാരാണ് ഇങ്ങനെ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു മാർഗദർശി വേണ്ടേ? ഒരു ഗുരുവിന്റെ പ്രസക്തി വളരെയധികം ശാസ്ത്രങ്ങൾ എടുത്തു പറയുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ആചാര്യവാൻ പുരുഷോ വേദ. ആചാര്യൻ ഗുരു ഉള്ള വ്യക്തിയെ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് തെറ്റാതെ വേഗത്തിൽ എത്തൂ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ദേവഹൂതിയുടെ അനുഗ്രഹമാണ്. സാക്ഷാത് സ്വന്തം മകനിൽ നിന്നും ജ്ഞാനം കിട്ടാൻ പോവാണ്. പക്ഷെ കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ? ഒരു ഡോക്ടർക്ക് രോഗിയെ പരിശോധിച്ച് രോഗിക്ക് എന്തെങ്കിലും ചികിത്സ നൽകണം എങ്കിൽ രോഗിയിൽ നിന്നുള്ള പൂർണ്ണ സഹകരണം വേണം, സമർപ്പണം വേണം. സമർപ്പണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. പലരും വന്ന് പറയും, ഓ ഇന്ദ്രിയ സുഖങ്ങള്, ഗൃഹസ്ഥാശ്രമത്തിൽ സൗഖ്യങ്ങളൊന്നുമില്ല, ഈ ലോകം എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. എന്നാൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്യോ? ഇല്ല. ചുമ്മാ പറയൂല്ലേ, എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും കൂടി ചേർന്ന് പറയാണ്. പക്ഷെ നമുക്ക് ഉപദേശങ്ങൾ എന്തെങ്കിലും നൽകണം എങ്കിൽ എന്താ വേണ്ടേ? സമർപ്പണം വേണം. അപ്പൊ ദേവഹൂതി പറയാണ്, ഞാൻ അങ്ങയില് ശരണം പ്രാപിച്ചിരിക്കുന്നു. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാര തരോഹോ കുഠാരം.
ഭഗവാനെ, ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു, പൂർണ്ണമായിട്ടും ഞാൻ അങ്ങയെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ മുറിച്ചു കളയാൻ പറ്റും തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? സംസാര വൃക്ഷത്തിനെ മുറിച്ചു കളയാൻ പറ്റുന്ന രൂപത്തിലുള്ള കോടാലി രൂപമാണ് അങ്ങ്, ജ്ഞാനരൂപമാണ് അങ്ങ്. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു, എനിക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്യാണ് സ്വയം. അപ്പൊ കപില ഭഗവാൻ ഉപദേശം തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഭഗവാൻ പറയാണ്, ഇതിനൊക്കെ ഒരു വഴി എന്താണ്? അധ്യാത്മയോഗം. എന്താണ് അധ്യാത്മയോഗം? പൂജ്യസ്വാമി ചിന്മയാനന്ദ്ജി ഒരു സ്ഥലത്തിൽ ഇങ്ങനെ പ്രഭാഷണത്തിന് പോയി. നീണ്ടു നിൽക്കുന്ന ഒരു 7 ദിവസത്തെ ഈ ജ്ഞാനയജ്ഞമാണ് ഇവിടത്തെ പോലെ. യജ്ഞത്തിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. കാറിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, കാറിൽ കയറി പ്രവേശിക്കാൻ. അപ്പോൾ ഒരു അമ്മ വേഗം ഓടി വന്നിട്ട് നമസ്കരിച്ചിട്ട് ചോദിച്ചു, സ്വാമിജി, എനിക്ക് യജ്ഞത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, 2 വാക്കില് യജ്ഞത്തിൽ എന്താണോ അങ്ങ് പറഞ്ഞത് അതിന്റെ സാരം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. സ്വാമിജി എന്ത് ചെയ്തു? ഒരു കാല് കാറിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, മറ്റേ കാല് താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ആ കാല് താഴേന്ന് എടുത്തു, പിന്നെ കാറിന്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച്. ഇതാണ് സാരം. എന്താണ്? ഡിറ്റാച്ച് ഫ്രം ദ ലോവർ ആൻഡ് അറ്റാച്ച് ടു ദ ഹയർ. ഇതാണ് സാരം. അധ്യാത്മയോഗം ഇത് തന്നെയാണ്. എന്താണ്? ഡിറ്റാച്ച് ഫ്രം ദ വേൾഡ് ആൻഡ് അറ്റാച്ച് ടു ദ ലോർഡ്, ഗോഡ്. ഭഗവാനെ പിടിക്കുക, പക്ഷെ ലോകത്തിൽ നിന്ന് പിടിവിട്ടാൽ മാത്രമേ ഭഗവാനെ സമ്പൂർണ്ണമായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കുന്നേ? ഒരു ശൂന്യത വന്നു പോകൂലെ. ശ്രീരാമചന്ദ്രമൂർത്തി ഗുരുകുല പഠനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരന്മാരും സുഹൃത്തുക്കളുമായിട്ട് തീർത്ഥാടനത്തിന് പോയി. ഇത് നമ്മുടെ രാമായണത്തിലൊന്നും വരുന്ന ഭാഗമല്ല, യോഗവാസിഷ്ഠത്തിൽ വരുന്ന ഒരു സന്ദർഭമാണ്. വിശദമായിട്ട് രാമായണത്തിൽ കൊടുത്തിട്ടില്ല. തീർത്ഥാടനത്തിന് പോയതിനു ശേഷം വന്ന രാമൻ എന്ന് പറയുമ്പോൾ ശോകമൂകനായി കാണപ്പെട്ടു. എന്താ? ഒന്നിലും ഏർപ്പെട്ടില്ല, സൈലന്റ് ആയിട്ട് ഇവിടെ ഇരിക്കും, ഒന്നിലും ഒരു രസവുമില്ല, ഒന്നിലും പങ്കെടുക്കൂല്ല, ശോകമൂകനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായി ദശരഥന് വന്ന് രാമനെ അപേക്ഷിക്കാൻ, രാമനെ വേണം നൽകിയാലും എന്ന് പറഞ്ഞ ഒരു അപേക്ഷ നൽകുകയാണ്. അപ്പോൾ രാമനെ സദസ്സിൽ കൊണ്ടുവന്നപ്പോൾ ചോദിക്കുകയാണ്, നീ വരാൻ റെഡിയാണോ, തയ്യാറാണോ എന്ന് രാമനോട് ചോദിച്ചപ്പോൾ രാമൻ പറയാണ്, ഈ ലോകം മുഴുവനും അസ്ഥിരങ്ങളാണ്. അസ്ഥിരായേവയേതേ സചരാചര ചേഷ്ടിതാഹ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ്, നാശരഹിതമാണ്, അല്ല നാശയുക്തമാണ്. അപ്പൊ കാണുന്നിടത്തെല്ലാം ദുഃഖം ദുഃഖം ദുഃഖമയം മാത്രം. പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഏത് വ്യക്തിയെ വേണം എടുത്ത് നോക്കിക്കോളൂ, ഏത് രാജ്യത്ത് നോക്കിക്കോളൂ, ഏത് സമയം എടുത്ത് നോക്കിക്കോളൂ, എല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പാഞ്ഞടുത്തുകൊണ്ടിരിക്കുകയാണ് മൃത്യുവിലടുത്തേക്ക് അല്ലെ. സകല ചരാചരങ്ങളും മാറ്റത്തിന് വിധേയമാണ്. മാറ്റമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം തന്നെയാണ്. മാറ്റം തന്നെയാണ് മാറ്റമില്ലാത്ത ഒരു ഘടകം എന്ന് പറയാം. അതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു ഞെട്ടലാണ് ഉള്ളിൽ ഉണ്ടാവുക. ഓ, എന്തിനാ പിടിക്കാൻ പറ്റുക? അപ്പോ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യം മാറ്റമില്ലാത്ത ഒരു അടിസ്ഥാനം, അതിൽ നിന്ന് മാത്രമേ ആനന്ദം ലഭ്യമാകുള്ളൂ. അത് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? രാമൻ ഇങ്ങനെ പതറി നിൽക്കുകയാണ്. അപ്പൊ രാമന് വൈരാഗ്യം ഉദിച്ചു. ലോകത്തിൽ നിന്നുമുള്ള ദോഷദൃഷ്ടി കാരണം ലോകത്തിൽ നിന്നുള്ള ഹോൾഡ് വിട്ട് കഴിഞ്ഞു. പക്ഷെ മുകളിൽ പിടിക്കാൻ എന്തെങ്കിലും വസ്തു ഉണ്ട്, അതിനെ പറ്റിയുള്ള നിർദ്ദേശം ലഭിക്കണമല്ലോ അല്ലെ. രാമൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠനും രാമനെ പുകഴ്ത്താണ്. രാമ, നീ സ്വയം വിചാരം ചെയ്താണ് ഈ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. നീ പുണ്യവാനാണ്. വൈരാഗ്യം നിനക്ക് ഉദിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എത്താൻ അധിക താമസമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠന് പറയാണ്, നീ ഇവന് ജ്ഞാനം പ്രദാനം ചെയ്താലും. ഇവിടെ കപില മഹർഷിയും പറയുന്നത് അത് തന്നെയാണ്. അധ്യാത്മ യോഗം പറയാണ്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ഈ ബന്ധനങ്ങൾക്കെല്ലാം കാരണം എന്താണ്? അവനവന്റെ മനസ്സ് തന്നെയാണ്. അത് ഭാഗവതത്തിൽ പറയുന്നത്, ചേതഃ ഖലു അസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോ മതം. മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും രണ്ടിനും കാരണം. എങ്ങനെയുള്ള മനസ്സാണ് ബന്ധനത്തിന് കാരണം? ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയെ. ഗുണങ്ങളിൽ
ഈ പ്രകൃതിയിൽ കുടുങ്ങി നിൽക്കുന്ന മനസ്സാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ആ ഉത്തമ പുരുഷനിൽ ആണ് നമ്മുടെ രതിയെങ്കിൽ, ദൃഷ്ടിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനസ്സ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞ് മഹർഷി കപിലൻ അമ്മയ്ക്ക് പറയാണ്. പക്ഷെ അതിന് എന്താ വേണ്ടത്? ദോഷദൃഷ്ടിയാണ് വേണ്ടത്. ദോഷദൃഷ്ടി വരാൻ അതീവ കഠിനമാണ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും നന്നായിട്ടിരിക്കുമ്പോൾ എല്ലാം സുഖമാണല്ലോ ഇവിടെ, അപ്പൊ എന്തായാലും ദുഃഖമുള്ള എന്ന് നമുക്ക് തോന്നാം അല്ലേ? ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജി ഒരിക്കൽ ഒരു സ്ഥലത്ത് ഭിക്ഷയ്ക്ക് പോവായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, ഒരു ചേച്ചി, ചേച്ചി ചെറുതായിരുന്ന സമയത്താണ്, ഒരു കുട്ടിയായിരുന്ന സമയത്താണ്. അപ്പോൾ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ അല്ലെ? അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചേച്ചി ഗുരുദേവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. നല്ല പല്ലുകൾ, നല്ല രസമായിട്ടുള്ള പല്ലുകൾ, ഇങ്ങനെ അതിനോടൊരു നല്ല പല്ലുകളാണോ, എൻ്റെ പല്ലുകൾക്ക് മോശമായിരിക്കുകയാണ്, ഗുരുദേവനെ ഇത്രയും നല്ല പല്ലുകളൊക്കെ വന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആലോചന. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴുകാൻ പോവാണ് കയ്യ്. അപ്പൊ ചേച്ചി ഇങ്ങനെ തോർത്തും കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഗുരുദേവൻ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം കഴുകിയിട്ട് പല്ലെടുത്തു പുറത്ത്. എന്നിട്ട് ചേച്ചിയുടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നീ ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ശ്രദ്ധിച്ചു നോക്കിയായിരുന്നില്ലേ, പക്ഷേ ഇതിന് ടെമ്പററി ഇതേ ഉള്ളൂ അല്ലേ, അത് പെർമനന്റ് അല്ല. അപ്പൊ എന്താ വേണ്ടേ? പെർമനന്റ് ആയിട്ടുള്ളതിന് മാത്രമേ ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് പെർമനന്റ്, എന്താണ് ഇംപെർമനന്റ്, നിത്യവും അനിത്യവും തമ്മിലുള്ള വിവേകം ഉണ്ടാവണം. നിത്യവസ്തുവിനോട് അടുക്കുക, അനിത്യവസ്തുവിൽ നിന്നും പിന്മാറുക. അനിത്യവസ്തുവിൽ നിന്നും മാനസികമായി പിന്മാറുന്നതിന് നമ്മള് വൈരാഗ്യം എന്ന് പറയുന്നു. നിത്യവസ്തുവിലേക്ക് അടുക്കുന്നതിന് നമ്മള് മുമുക്ഷുത്വം എന്ന് പറയുന്നു. ഇത് രണ്ടും വേണം. രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മോക്ഷമാറുന്ന ആ പാതയിൽ വേഗം തന്നെ സഞ്ചരിക്കാൻ പറ്റും. എന്നിട്ട് പറയാണ്, സംഘസ്തേഷു അഥ തേ പ്രാർത്ഥ്യ സംഘദോഷഹരാഹി തേ. സംഘം, അറ്റാച്ച്മെന്റ്, ആസക്തി അപകടകരമാണ്. പക്ഷേ ആരോടാണ് ആസക്തി എന്നനുസരിച്ചിരിക്കും അത് അപകടകരമാണോ അല്ലയോ എന്ന്. എനിക്ക് ആസക്തി ഉണ്ട്, പക്ഷെ അത് ആസക്തി ഇല്ലാത്ത ഒരു അനാസക്ത പുരുഷനാണ് എന്റെ ആസക്തി. ആരാണ്? കപിലദേവൻ എന്റെ സ്വന്തം പുത്രനാണെങ്കിൽ പോലും അങ്ങ് അനാസക്തിയുടെ ഒരു മൂർത്തിമത് ഭാവമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ, അനാസക്തനായ അങ്ങയിൽ ആസക്തി ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും താഴ്ചയുണ്ടാവില്ല, ഞാൻ മുകളിലേക്കേ പോകുള്ളൂ. സംഘമാണ് എല്ലാത്തിനും കാരണം. പക്ഷെ എന്നാൽ കൂടിയും ആരോടാണ് സംഘം അതിനനുസരിച്ചിരിക്കും. നമ്മുടെ ഗജേന്ദ്രന്റെ ഉപാഖ്യാനത്തിൽ വരാണല്ലോ, അഹുഹു ഗന്ധർവൻ ഉണ്ടല്ലോ. ഗന്ധർവൻ പിടിച്ചത് ആരുടെ കാലാണ്? ഗജേന്ദ്രന്റെ, പരമഭക്തനായ ഗജേന്ദ്രന്റെ കാല് പിടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ലേ. അപ്പൊ ആരെ പിടിച്ചിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് എവിടേക്കാണ് നമ്മൾ എത്തുക ഉള്ളത്. അപ്പൊ അധ്യാത്മയോഗത്തിനെ ഉപദേശിച്ചു കൊടുത്തു. അധ്യാത്മയോഗം വളരെ സിമ്പിൾ, നമ്മൾ കണ്ടു അല്ലെ. മനസ്സ് തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. മനസ്സ് എവിടെയാണോ രമിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അത് ബന്ധനത്തിൽ പോകുന്നു അതോ മോക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പൊ ദേവഹൂതി ചോദിക്കുകയാണ്, ശരി, ഭക്തിയെ പറ്റി പറഞ്ഞുവല്ലോ, അധ്യാത്മ യോഗത്തിനെ പറ്റി പറഞ്ഞുവല്ലോ, അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച്, ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച് അതിനെ പറ്റി പറഞ്ഞുവല്ലോ, അതിനേക്കുള്ള വഴി എന്താണ്? അതിനെ ഉപദേശിച്ചു തന്നാലും. അപ്പൊ മഹർഷി പറയാണ്, നീ ആദ്യം എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഇന്ദ്രിയങ്ങള് നമ്മുടെ ഊർജത്തിനെ ഉറ്റിക്കൊണ്ടു പോകുന്നു. പക്ഷെ അതേ ഇന്ദ്രിയങ്ങള് ഭഗവാനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതേ ഇന്ദ്രിയങ്ങൾ നമുക്ക് ഊർജം നൽകും എന്ന്. ഏതാവാനേവ ലോകേസ്മിൻ പുംസാം നിശ്രേയസോദയഃ തീവ്രേണ ഭക്തിയോഗേന മനോ മയി അർപ്പിതം സ്ഥിരം. തീവ്രമായ ഭക്തിയോഗം കൊണ്ട്, സമർപ്പണം കൊണ്ട് ഉപാധികളെ, ഇന്ദ്രിയ മനോ ബുദ്ധികളെ എന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ തീവ്ര ഭക്തി. അത് നിന്നെ തീർച്ചയായിട്ടും ആ ഭഗവാനിലേക്ക് നയിക്കും. ഇത് തന്നെയാണ് ഭക്തിക്കുള്ള ഉപായം കൂടി. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിൽ ഭഗവാൻ ഭക്തിക്ക് ചില കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസ് നൽകുകയാണ്. അതിൽ 3 മാത്രം പറയാം. മയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഹ തേമേ യുക്തതമാ മതാഹ. ഭഗവാൻ സഗുണ ഭക്തന്മാരുടെയും നിർഗുണ ഭക്തന്മാരുടെയും വിശേഷണങ്ങൾ പറയാണ്. അതിലെ സഗുണ ഭക്തിയുടെ ലക്ഷണമാണ് ഇത്. എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറയാണ്. ഒന്നാമത്തത് മയ്യാവേശ്യ മനഃ, രണ്ടാമത്തത് നിത്യയുക്തത,
മൂന്നാമത്തത് പരമമായിട്ടുള്ള പരയായിട്ടുള്ള ശ്രദ്ധ. ഈ 3 കാര്യങ്ങളാണ്. ആരാണ് എന്റെ പരമഭക്തൻ എന്ന് പറയുമ്പോൾ, എന്താണ് ഭക്തി എന്ന് പറയുമ്പോൾ, ചന്ദനം തൊടുന്നതല്ല ഭക്തി, രുദ്രാക്ഷം ധരിക്കുന്നതല്ല ഭക്തി, വസ്ത്രം ധരിക്കുന്ന ഈ കാവ്യ വസ്ത്രം ധരിക്കുന്നതാണോ, ക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്നതാണോ, തീർത്ഥാടനങ്ങൾക്ക് പോകുന്നതാണോ, ഇതൊന്നും ഭഗവാൻ ഉദാഹരണമായിട്ട് പറയുന്നില്ല. പക്ഷെ എന്താ പറയുന്നത്? ഈ 3 കാര്യങ്ങൾ എന്താണ്? മയി ആവേശ്യ മനഃ, മനസ്സ് എന്നിൽ ആവേശിപ്പിക്കണം. പലർക്കും ആവേശങ്ങൾ വരുമല്ലോ അല്ലെ. ആവശ്യങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ആരുടെ മേലാണോ ആവേശം വരുന്നത് അതായിത്തീരുന്നു അല്ലെ. അതിനാണ് ആവേശം എന്ന് പറയുന്നത്. ഇവിടെ ആവേശം വരിക ആരോടാണ്? ഭഗവാനോട്. ഭഗവൻ മയമായി തീരണം. അപ്പം എങ്ങനെയാണ്? ഈ അച്ചാറുകളൊക്കെ ഇടുമല്ലോ. അപ്പൊ അച്ചാറിടുമ്പോൾ ഈ മാങ്ങ പ്രത്യേകിച്ചൊക്കെ അതിടുമ്പോൾ അത് ഊറണമെങ്കിൽ കുറേ കാലം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണോ അല്ലേ. അതിൻ്റെ ഉള്ളിൽ എനിക്കതൊന്നും അറിയില്ല കേട്ടോ, കുക്കിങ്ങിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല, ആസ്വദിക്കാൻ മാത്രം അറിയാം. അപ്പൊ അതിൽ ഇരുന്ന് ഊറി കഴിയുമ്പോഴാണ് ഒന്ന് സ്വാദ് ആസ്വദിച്ചു കഴിഞ്ഞാൽ ആഹാ എന്തു സോഫ്റ്റാണ്, എനിക്ക് തോന്നുന്നു കുറേ കാലം ഊറിയിട്ടുണ്ടാവും അല്ലേ. ഭഗവൻ മയമായി തീരണം മനസ്സ്. കുറേ കാലങ്ങള് നമ്മുടെ ഇന്ദ്രിയങ്ങള് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് ഭഗവാനിൽ ആവേശിപ്പിക്കൽ നടക്കും. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താണ്? നിത്യയുക്തത. മയി ആവേശ്യ മനഃ, മനസ്സിനിൽ ആവേശിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അതിനൊരു വേറൊരു ഘടകം കൂടിയാണ് നിത്യയുക്തത. ഇപ്പൊ പുതിയ വർഷം വരാൻ പോവാണല്ലോ. ഇപ്പൊ പലരും വ്രതങ്ങൾ എടുക്കും അല്ലെ. ഇനി ഞാൻ ഒരു പ്രോമിസ് ചെയ്യാൻ പോവാണ്, ഒരു കമ്മിറ്റ്മെന്റ്. എന്താണ്? ദിവസവും വൈകുന്നേരം ഇത്ര മാല ജപിക്കും, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയില്ല, ഞാൻ TV സീരിയലൊന്നും കാണില്ല. ഒരാഴ്ച ഉഷാറായിട്ട് നടക്കുമല്ലേ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മെല്ലെ കുറയും ഗ്രാഫ്. അത് കഴിഞ്ഞോ 1 മാസം കഴിയുമ്പോഴത്തേക്കും അത് പൂട്ടി വെച്ചിട്ട് പോകൂല്ലേ. അപ്പൊ നിത്യയുക്തത ഇല്ല. നിത്യയുക്തത എന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാനായിട്ട് യോജിച്ചിരിക്കുക. ചില സമയങ്ങളിൽ മാത്രമല്ല, ചിലപ്പോൾ ഉത്സവ സമയങ്ങളായിരിക്കും, ചിലപ്പോൾ കഷ്ടപ്പാട് വരുമ്പോഴായിരിക്കും ഭഗവാൻ ഓർക്കുക, ചിലപ്പം പരീക്ഷകൾ വരുമ്പോഴായിരിക്കും ഭഗവാന്റെ അടുത്തേക്ക് ക്യൂ പോകുന്നത് അല്ലെ, കുട്ടികളുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എപ്പോ തോന്നുന്നോ, എനിക്കെപ്പോ തോന്നുന്നോ മനസ്സിന് കഷ്ടകാലം വരുമ്പോൾ അങ്ങനെയല്ല, ആഗ്രഹ പൂർത്തീകരണങ്ങൾ വരുമ്പോഴല്ല, നിത്യയുക്തത വേണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അതീവ ഗംഭീരം എന്ന് പറയാം. പരയാ ശ്രദ്ധയാ ഉപേതാഹ, പരമമായ ശ്രദ്ധയോടുകൂടി. ആരില്? എന്നിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവൻ. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഫെയ്ത്ത് എന്ന് പറയാം, പക്ഷെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അല്ല ഫെയ്ത്ത്. പൂജ്യസ്വാമി ആശേഷാനന്ദജിയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക്. സ്വാമിജി എപ്പോഴും പറയും തത്വത്തിൽ ഭക്തി, അതാണ് ശ്രദ്ധ. അതായത് അറിവിന്റെ ഉറപ്പോട് കൂടിയ വിശ്വാസമാണ് ശ്രദ്ധ, അല്ലെങ്കിൽ അന്ധവിശ്വാസം അല്ല. അന്ധവിശ്വാസവും ശ്രദ്ധയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, അന്ധവിശ്വാസം എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഘടകങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ തകർന്നു പോകും. നമ്മൾ ഭഗവാന്റെ അടുത്ത് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, ഭഗവാൻ ട്രാൻസ്ഫർ തന്നില്ല, അതുകൊണ്ട് ഭഗവാനെ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ നിന്ന് പൂജാമുറിയിൽ നിന്ന് വീട്ടിൽ പുറത്തേക്ക്. പലപ്പോഴും പലരും പറയുന്നത്, എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞാൻ ഭഗവാനെ ഇത്രയും പ്രാർത്ഥിച്ചു ഉപാസിച്ചു, എന്നിട്ടും ഇതെന്താ എനിക്ക് സംഭവിച്ചേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള ഭക്തി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം വരില്ല. നമുക്ക് തത്വത്തിലുള്ള ഭക്തി ഇല്ല. അതാണ് പറയുന്നത് അറിവിന്റെ ഉറപ്പോടുകൂടിയ വിശ്വാസം, അതിനെയാണ് ശ്രദ്ധ. എന്തറിവാണ്? ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാൻ സർവവ്യാപിയാണ്, ഭഗവാൻ സർവശക്തനാണ്. ഭഗവാൻ എനിക്ക് എന്താണോ നല്ലത് അത് തരുന്നവനാണ്, അല്ലാതെ എനിക്ക് എന്താണോ ആഗ്രഹം അത് നിറവേറ്റി തരുന്ന ആളല്ല. God is not a wish fulfiller, but he is a well wisher. ഭഗവാൻ എനിക്ക് എന്താണോ നല്ലത് അതിനെയാണ് ഭഗവാൻ തരുന്നത്. ശ്രദ്ധയെ പറ്റി പറയുമ്പോൾ ഗണപതിയുടെ ഒരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത്. ഗണപതി ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഗണപതി നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും പുത്രൻ. ശിവനും പാർവതിയും ശ്രദ്ധയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് ശ്രദ്ധാവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ഉദ്ഭവിക്കുകയുള്ളൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്നൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യിപ്പിക്കട്ടെ. റെഡിയാണോ എല്ലാവരും? ചായയൊക്കെ കുടിച്ചിട്ട് ഉഷാറായിരിക്കാണല്ലോ അല്ലെ? ശരി. കഴിഞ്ഞ ഈ പ്രഭാഷണത്തിന് എന്റെ ഇത് അറ്റൻഡ് ചെയ്തവർ എത്ര പേരുണ്ട്? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ചോദ്യം ചോദിച്ചോ എന്ന് എനിക്കൊരു സംശയം. ശരി, ഇത് മൂക്കാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്?
അവിടെ നിന്ന് കാണുന്നുണ്ടോ? ഇത് മൂക്കാണ്, ഇത് മൂക്കാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശരി, കൈ പൊക്കാത്തവരോ? വിശ്വാസം ഇല്ലായിരിക്കും അല്ലെ? ശരി, ഇനി അടുത്തൊരു ചോദ്യം. ഇത് മൂക്കാണെന്ന് എത്ര പേർക്ക് അറിയാം? രണ്ടിനും കൈ പൊക്കുന്നോ? ശരി, ഇനി രണ്ട് ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം, പരിശോധിച്ച് നോക്കാം. രണ്ടും ഒരേ ചോദ്യങ്ങൾ പോലെ തോന്നും, പക്ഷെ അല്ല, രണ്ടിനും ഇത്തിരി വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇത് മൂക്കാണ് എന്ന് എത്ര പേർക്ക് വിശ്വാസം എന്നാ പറഞ്ഞു ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇത് മൂക്കാണെന്ന് എത്ര പേർക്ക് അറിയാം എന്നാണ് ചോദിച്ചത്. ഇനി ഞാൻ വിശദീകരിക്കാം. വീട്ടിൽ ഒരു അതിഥി വരികയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ മകളുണ്ട് അടുത്ത്. അപ്പൊ അതിഥിയുടെ അത് പരിചയപ്പെടുത്തി കൊടുക്കാണ് മകളെ. ഇതെന്റെ മകളാണ് എന്നാണ് എന്റെ വിശ്വാസം എന്നാണോ പറയാ? അങ്ങനെയാണോ പറയാ? ഇതിന്റെ മകളാണെന്നല്ലേ? അവിടെ അറിവ് ഉറപ്പാണല്ലേ? അറിവാണ്, അത് സമ്പൂർണമായ അറിവ്, അതിൽ ലവലേശം സംശയമില്ല. ശരി, ഇത് മൂക്കാണെന്ന് വിശ്വാസം എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അറിഞ്ഞു ഇത് മൂക്കാണെന്ന്? നിങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞു തന്നു അല്ലെ, ഇത് മൂക്കാണ്. കൊച്ചു കുട്ടികളുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. ആര് വന്നു കഴിഞ്ഞാലും ചോദ്യങ്ങൾ എന്താണ്, മോളെ ഇതെന്താണ്, മോളെ ഇതെന്താണ്, മോളെ ഇതെന്താണ് എന്ന് ചോദ്യം. കുട്ടി അതിന് ഉത്തരവും പറയണോ അല്ലെ? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബാഡ് ഗേൾ എന്ന് പറയൂലേ നമ്മള്. ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അവർക്ക്. എന്നാൽ ശരീരബോധം നന്നായിട്ട് നൽകുന്നുണ്ട്. എന്നാൽ ഞാൻ ചിദാനന്ദ സ്വരൂപിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് സുന്ദരമായിരിക്കും അല്ലെ? കൊച്ചു കുട്ടികൾക്ക് തന്നെ അവരെ എപ്പോഴേ മോക്ഷം നേടി തൃപ്തരായി നന്ദിയോടുകൂടി പോകും അല്ലെ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വിശ്വാസം ഉള്ള ആളിൽ നിന്നും നമുക്ക് ആരാണോ നമുക്ക് ജ്ഞാനം പകർന്നു തരുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പറയുന്ന കാര്യം നമ്മൾ അംഗീകരിക്കുള്ളൂ, ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. പലപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവരേതാ പറയാ? ചിലപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ മാത്സ്. എന്തുകൊണ്ട്? ടീച്ചറെ ഇഷ്ടമല്ല. ടീച്ചർ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ടീച്ചറിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ടീച്ചർ പകർന്നു തരുന്ന ജ്ഞാനം അകത്തേക്ക് കയറില്ല. ഭഗവാൻ പറയാണ് ഭക്തിയുടെ ഒരു ലക്ഷണം എന്താണ്? ഭഗവാനിൽ ഉറച്ച ശ്രദ്ധ, അറിവിന്റെ ഉറപ്പോടുകൂടിയ വിശ്വാസം, അതാണ് ശ്രദ്ധ. ഭഗവാൻ പറയാണ് മനുഷ്യന് നിശ്രേയസിനെ പ്രദാനം ചെയ്യുന്നതാണ് ഭക്തി. ഭഗവാനിലെ മനസ്സിനെ സമർപ്പിക്കൂ, നിത്യയുക്തത ഉണ്ടാവട്ടെ, പരമമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി എന്നെ ഭജിക്കൂ. എങ്ങനെ? തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായ ഭക്തിയോഗം കൊണ്ട്. ഭക്തി നമുക്ക് മന്ദമായിരിക്കാം, മന്ദാതിമന്ദമായിരിക്കാം, അതിമന്ദം, ഘോരമന്ദം എന്നൊക്കെ നമുക്ക് പറയാം. ഒരാള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവായിരുന്നു. അവിടെ ഇരിക്കുകയാണ് പോകുന്ന വഴിയിൽ. അപ്പൊ വേറൊരാള് വരികയാണ്. അയാൾ ഓടിച്ചാടി കിതച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാ റെയിൽവേ സ്റ്റേഷൻ, എവിടെയാണ്, എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്? റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്, 5 മിനിറ്റിൽ നീ എത്തും അവിടെ എന്ന് പറഞ്ഞു. വേറൊരാള് അത്ര ഓടിച്ചാടി വരുന്നൊന്നുമില്ല, മെല്ലെ നടന്നു വരികയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാ റെയിൽവേ സ്റ്റേഷൻ, എത്ര മിനിറ്റ് കൊണ്ട് എത്തും? ഇദ്ദേഹം പറയാണ്, അടുത്ത് തന്നെയാണ്, 1/2 മണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് വന്നു. അദ്ദേഹം ഒരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വരികയാണ്. ഒരു സൈഡിൽ പഫോ എന്തോ ഉണ്ട് കയ്യില്. ആടിപ്പാടി തൊട്ടടുത്തുള്ളവരടുത്തൊക്കെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് ഇതേ ചോദ്യം, എന്താ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്, എത്ര ദൂരമുണ്ട്, എപ്പോൾ എത്തും? അപ്പം ഇദ്ദേഹം പറയാണ്, അടുത്ത് തന്നെയാണ്, എപ്പോൾ എത്തും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണല്ലേ. അപ്പം ഇവിടെ കപിലൻ പറയാണ്, തീവ്രേണ ഭക്തിയോഗേന, എനിക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള തീവ്രമായ മുമുക്ഷുത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എത്തും. എന്നിട്ട് തത്വലക്ഷണ നിരൂപണം ചെയ്യാണ് കപില മഹർഷി. ശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രധാനമായ ഒരു ഘടകമാണ് പ്രകൃതി പുരുഷ വിവേചനം. നമ്മുടെ ദർശനശാസ്ത്രത്തിലുള്ള സാഖ്യയോഗത്തിന്റെ ദർശനക്കാരൻ ഒരു കപിലൻ മഹർഷിയുണ്ട്. പക്ഷെ ആ കപില മഹർഷി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കപില മഹർഷി. ഈ ഒരു പ്രകൃതി പുരുഷ വിവേകത്തിനെയും നമ്മൾ സാഖ്യദർശനം എന്നാണ് പറയുന്നത്. എന്താണ് പ്രകൃതി പുരുഷ വിവേകം? സമസ്ത പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ സത്യം എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്, ഭഗവാൻ, എന്ത് പേര് കൊണ്ടും വിളിക്കാം. ബാക്കിയെല്ലാം എന്ത് വേണമെങ്കിലും കണ്ടോളൂ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷൻ ഒന്നേ ഉള്ളൂ. നിലനിൽപ്പിന്റെ സത്യം പരമാത്മാവ്, ബ്രഹ്മം, ആത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി പ്രകൃതിയുടെ മായാ ചലനങ്ങളാണ്. അത് പലതായി കാണപ്പെടുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ
പ്രകൃതിയും പുരുഷനിൽ ആരോപിക്കപ്പെടുന്ന ഒരു ആഭാസമാണ്. ഇവിടെ പുരുഷൻ മാത്രമേ ഉള്ളൂ ചൈതന്യ സ്വരൂപി. ആ പുരുഷനിൽ ഈ ജഡമായ പ്രപഞ്ചം മുഴുവനും അധ്യസിക്കപ്പെടുകയാണ്. ഇനി സൂപ്പർ ഇമ്പോസിഷൻ അല്ലെങ്കിൽ അധ്യാസം എന്ന് പറയുന്നു. ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുക. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഓരോരുത്തരും ആ തത്വങ്ങളാണ്, ചൈതന്യ സ്വരൂപികളാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ദ്രിയങ്ങളാണ്, ഞാൻ മനസ്സാണ്, ബുദ്ധിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു ആരോപണം ഇതാണ് ബന്ധനത്തിന് കാരണം. ഒന്നിനെ മറ്റൊന്നായിട്ട് തെറ്റിദ്ധരിക്കുക, അതാണ് ബന്ധത്തിന് കാരണം. ബന്ധനം എന്താണ് എന്ന് പറയാണ്. ദേഹാദി സർവവിഷയെ പരികൽപ്യ രാഗം ബധ്നാതി തേന പുരുഷം പശുവദ്ഗുണേന. ഒരു മൃഗമുണ്ടെന്ന് വിചാരിക്കുക, അത് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയാണ്, എവിടെ വേണമെങ്കിലും അതിന് പോവാം. അതേ മൃഗത്തിന് ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ട് ഒരു വൃക്ഷത്തിൽ കെട്ടിയിടുകയാണ്. അപ്പൊ ആ മൃഗത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം കുറച്ച് കുറഞ്ഞു. ആ കയറിന്റെ ദൂരം അത്ര വരെ അതിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അനന്തസ്വരൂപികളായ നമ്മളെ തന്നെ ഈ പരിമിതമായിട്ടുള്ള ഈ ഉപാധികളിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, സർവവ്യാപിയായിട്ടുള്ള നമ്മള് ഈ അല്പമായിട്ടുള്ള ശരീരത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഇതാണ്, അഹം മമ ബന്ധനം. ഒരു സൈസ് കുറവുള്ള ചപ്പല് നമ്മൾ ഇട്ടോണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. നമ്മുടെ സൈസ് 5 പക്ഷെ 4 സൈസിലുള്ള ചപ്പൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ ഇട്ടോണ്ട് നടന്നു. അവസാനം അന്നത്തെ ദിവസം രാത്രി വന്നിട്ട് അത് ഊരുമ്പോഴേ എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലെ. കാലൊരു സുഖം തോന്നും അല്ലെ. ആലോചിച്ച് നോക്കൂ, നമ്മള് ഒരു സൈസ് കുറവല്ല, അനന്ത സ്വരൂപികളാണ്, ചൈതന്യ സ്വരൂപികളാണ്. മാറ്റം അല്ലെങ്കിൽ ദുഃഖത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആ ഒരു ഘടകം അതാണ് നമ്മുടെ സ്വരൂപം. പക്ഷെ ഇപ്പോഴോ അല്പജ്ഞന്മാരായിട്ട് ദുഃഖത്തിൽ ആണ്ടുപോയി മാറിക്കൊണ്ടിരിക്കുന്ന ശരീര മനസ്സ് ഇന്ദ്രിയാദികളിൽ ഞാനാണ് ഇത് എന്ന് തെറ്റിദ്ധാരണയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം പൊറുതിമുട്ട് തോന്നും അല്ലെ. ഇതില് പറയാണ്, വൈരസ്യമത്ര വിഷവത് സുവിധായ പശ്ചാത് ഏനം വിമോചയതി തൻ മന ഏവ ബന്ധാത്. പക്ഷെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എനിക്ക് ആത്യന്തികമായ ഒരു സെക്യൂരിറ്റിയോ സന്തോഷമോ ആനന്ദമോ തരില്ല എന്ന് എപ്പോഴാണ് ഉറപ്പ് വരുന്നത്, അതേ മനസ്സ് തന്നെ അതിൽ നിന്നൊക്കെ പിന്മാറി സത്യത്തിലേക്ക് അടുക്കും. ഇപ്പൊ പ്രകൃതി പുരുഷ വിവേചനം നൽകുകയാണ് കപില മഹർഷി. അപ്പോൾ ദേവഹൂതി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം തിരിച്ചു വരുമോ? ജ്ഞാനം പ്രാപ്തമായി കഴിഞ്ഞു, സത്യം തെളിഞ്ഞു കഴിഞ്ഞു, അപ്പോൾ വീണ്ടും അജ്ഞാനം തിരിച്ചു വരുമോ, ബന്ധനം തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ്. രസകരമായ ഉത്തരമാണ് നൽകുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ കോമയിലൊക്കെയാണ് നമ്മള്, മോക്ഷം നേടിക്കഴിഞ്ഞു, ജ്ഞാനം പ്രാപ്തമായി കഴിഞ്ഞു, കോമാ സ്ഥിതിയിലാണ്. അപ്പം അജ്ഞാനം തിരിച്ചു വരുമോ? അപ്പൊ ആ ഒരു സ്ഥിതിയിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇവിടെ മഹർഷി പറയാണ്, നമ്മുടെ ശാസ്ത്രങ്ങളും പറയാണ്, നമ്മൾ സത്യത്തിനെ അറിയുന്നത് മനസ്സാകുന്ന ഉപാധിയിലൂടെയാണ്. മനസ്സായേവ ഇതം ആപ്തവ്യം. പക്ഷേ മനസ്സിലൂടെ ആ സത്യത്തിനെ അറിയുന്നു. എന്താണ് സത്യം? ആ സത്യം മനസ്സിലും അപ്പുറമാണ്. മനസ്സിലൂടെ മനസ്സിനും അപ്പുറമായിട്ടുള്ള ഒരു സത്യത്തിനെ നമ്മൾ അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ആവശ്യമില്ല, വ്യവഹാരത്തിന് ഉപയോഗിക്കും മനസ്സിന്. ആ ബാധിതമായിട്ടുള്ള മനസ്സായിട്ട് അവിടെ പ്രവർത്തിക്കും. പിന്നീട് അജ്ഞാനം തിരിച്ചു വരുവോ? ഇല്ല. മനസ്സിനും അപ്പുറത്തിലേക്ക് ഒരു തലത്തിൽ പോയി കഴിഞ്ഞു. പിന്നെ മനസ്സിന്റെ എന്ത് സ്ഥിതി ആണെങ്കിലും അത് സത്യത്തിന് തെല്ലുപോലും ബാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. മനസ്സിന്റെ എന്ത് തന്നെ സ്ഥിതിയായാലും സത്യം സത്യമായിട്ട് സൂര്യതുല്യം തിളങ്ങി നിൽക്കും, ഉജ്ജ്വലിച്ച് അവിടെ നിൽക്കും. ഇവിടെ ഉദാഹരണത്തിലൂടെ ഒരു വിശദീകരിക്കുകയാണ്. ഭുക്തഭോഗ പരിത്യക്ത ദൃഷ്ടദോഷാച നിത്യശഃ നേശ്വരസ്യ അശുഭം ധത്തെ സ്വേ മഹിംനി സ്ഥിതസ്യ ച. ഒരു മാങ്ങാകാലം ഒന്നും വന്നിട്ടില്ല അല്ലേ. നല്ല പഴുത്ത മാങ്ങ കിട്ടാണ്, മാമ്പഴം. അപ്പൊ മാമ്പഴം ഒരു കടി നമ്മൾ കടിച്ചു, അപ്പത്തേക്ക് അത് താഴെ പോയി മണ്ണിൽ പെരണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുക, അയ്യോ ഒരു കഷ്ണല്ലേ കഴിച്ചിട്ടുള്ളൂ, ഇനി എന്താ ചെയ്യേണ്ടത്? അതെടുത്ത് കഴിക്കണോ?
പക്ഷെ വേണ്ട, ഈ മണ്ണിൽ പോയല്ലോ, കഴിക്കണോ വേണമല്ലോ, ഒരു ഇതിലേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് സാരമല്ല, അടുത്ത് കഴുകാം. എന്നിട്ട് അതെടുത്തിട്ട് പോയി നന്നായിട്ട് കഴുകുന്നു, എന്നിട്ട് അടുത്ത് കഴിക്കുന്നു അല്ലെ. കഴിക്കുന്നു. ചിലരൊക്കെ ഉണ്ട് നല്ല ചപ്പി കഴിക്കുന്നു കേട്ടോ, അതിന്റെ അണ്ടി വരെ സുന്ദരമായിട്ട് ഒരു കഷ്ണം പോലും അതിലില്ലാതെ അങ്ങനെ കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് കയ്യിൽ വെച്ചോണ്ടിരിക്കോ? പിന്നീട് അത് താഴെ വീഴാണ്. എടുക്കോ കഴുകിട്ട് ഞാൻ? ഇല്ല, കഴിച്ചു കഴിഞ്ഞിട്ടാണേ. പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ തോന്നിയോ? ഇല്ല. ഇതിൽ പറയാണ് ഭുക്തഭോഗ, ഭോഗങ്ങളെ നന്നായിട്ട് ഭുജിച്ചു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അതിലൊന്നും ബാക്കിയില്ല. ഇനിയിടോ പരിത്യക്ത, അതുകൊണ്ട് ഞാൻ അതിനെ ത്യജിച്ചു. ഭോഗങ്ങളെ നന്നായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ബാക്കിയൊന്നും അനുഭവിക്കാനില്ല എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അതിനെ പരിത്യജിച്ചു. ദൃഷ്ടദോഷ, ഇനിയുള്ള ബാക്കിയുള്ള അണ്ടിഭാഗം ഞാൻ കഴിച്ചാൽ എന്റെ വയറിന് സൂക്കേട് വരും ഇല്ലേ, അതുകൊണ്ട് അത് ആവശ്യമില്ലാത്തതാണ്, അത് കഴിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അത് വേണ്ട. അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിലും പ്രശ്നമാണ്, അതുകൊണ്ട് അതിനെയും ത്യജിക്കുന്നു. സ്വേ മഹിംനി സ്ഥിതസ്യ ച, ഇവിടെ വലിയൊരു തത്വമാണ് പറഞ്ഞിരിക്കുന്നത്. സുഖഭോഗങ്ങള് എനിക്ക് ശാശ്വതമായ ആനന്ദം തരില്ല എന്ന് ഉള്ളിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ ത്യജിക്കാൻ പോലും മനസ്സ് തയ്യാറാകുന്നു. അപ്പൊ ത്യജിച്ചു കഴിഞ്ഞാൽ എന്താ ബാക്കി ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യമല്ല. നായിത്തി പ്രക്രിയയിലൂടെ ജഡപദാർത്ഥങ്ങളെ തള്ളിക്കളയുമ്പോൾ ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? ആ ചൈതന്യം, ആ ആത്മതത്വം. അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അത് തന്നെ ആനന്ദ സ്വരൂപമാണ്, അത് തന്നെ ചൈതന്യ സ്വരൂപം. സ്വേ മഹിമ, അതിന്റെ തന്നെ മഹിമയിൽ അത് സ്ഥിതി ചെയ്യാണ്. അതുകൊണ്ട് അതിനെ പ്രാപിക്കാൻ മനസ്സാകുന്ന ഉപാധിയിലൂടെ അതിനെ നമ്മൾ പ്രാപിക്കുന്നു. പക്ഷേ സത്യത്തിനെ സൂര്യതുല്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ആ ഇതിലേക്ക് വരില്ല. അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാലും അജ്ഞാനം ഒരിക്കലും തിരിച്ച് വരില്ല എന്ന് ഉറപ്പ് നൽകാണ് കപില മഹർഷി. അതിനുശേഷം 2 ധ്യാനങ്ങളെ പറ്റി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒന്ന് സബീജ സമാധി, രണ്ടാമത് നിർബീജ സമാധി. ഇത് രണ്ടും പേര് മാത്രമേ വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് തന്നെയാണ് ഇവിടെ 2 പേരിലൂടെ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? സബീജ സമാധിയില് നമ്മള് ഭഗവാന്റെ രൂപം, ഗുണത്തോടു കൂടിയ ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നിർബീജ സമാധി അല്ലെങ്കിൽ നിർഗുണ സമാധിയില് നിർഗുണ സ്വരൂപത്തിനെയാണ്, ആ പരമാത്മാവിനെ, ബ്രഹ്മത്തിനെയാണ്, ആകാരത്തിനും അപ്പുറം ഗുണങ്ങൾക്കും അപ്പുറമുള്ള ആ സത്യത്തിനെയാണ് ധ്യാനിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാണ്. സബീജ സമാധി, നിർബീജ സമാധി അല്ലെങ്കിൽ ധ്യാനം. നമ്മുടെ ഭഗവത്ഗീത 12ാമത്തെ അധ്യായത്തിലും ഇതിൽ ഒരു പരാമർശമുണ്ട്. അതിൽ അർജുനൻ ചോദിക്കുകയാണ്, ഇത് രണ്ടിലും ഏതാണ് ശ്രേഷ്ഠം? ഏത് ഭക്തന്മാര്, സഗുണ ഉപാസകന്മാരാണോ ഭക്തന്മാരാണോ ശ്രേഷ്ഠം, അതോ നിർഗുണ ഭക്തന്മാരാണോ? അപ്പൊ ഭഗവാൻ നല്ല സുന്ദരമായിട്ടുള്ളൊരു ഉത്തരമാണ് പറയുന്നത്. ശരിയായ ചോദ്യമാണെങ്കിൽ ശരിയായ ഉത്തരം വേണം, ഉണ്ടാവും. പക്ഷെ തെറ്റായ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. ഞാൻ ചോദിക്കുകയാണ്, 2 പാന്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഈ 2 പാന്റിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കും. 2 ഷർട്ട് തന്നിരിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ ഷർട്ടും പാന്റും വെച്ചിരിക്കുകയാണ്, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഷർട്ടും പാന്റും 2ഉം ആവശ്യമാണ്, തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഗ്ലാസ് ഉണ്ട്, അതിൽ കാപ്പി വേണോ ചായ വേണോ എന്ന് ചോദിക്കാം അല്ലെ. പക്ഷെ ഗ്ലാസ് വേണോ അതോ കാപ്പി വേണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? 2ഉം അത്യാവശ്യമാണല്ലോ. അതേപോലെ തന്നെ സഗുണ ധ്യാനത്തിലൂടെ മനസ്സ് ശുദ്ധമായി പരിപൂർണമാകുമ്പോൾ മെല്ലെ അത് ലയിച്ചോളും, എവിടേക്ക് ഗ്ലൈഡ് ചെയ്തോളും, ട്രാൻസെൻഡ് ചെയ്തോളും. നിർഗുണ ധ്യാനത്തില് പക്വമാകുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നയിക്കപ്പെടും മനസ്സ്. സഗുണ ധ്യാനം 10ാം ക്ലാസ് ആണെങ്കിൽ നിർഗുണ ധ്യാനം എന്താണ്? ഒരു PhD തലം എന്ന് പറയാം. 2ഉം അത്യാവശ്യമാണ്. ഒന്ന് മാർഗമാണെങ്കിൽ ഒന്ന് ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. 2ഉം അത്യാവശ്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണമാണ് പിന്നീട് വരുന്നത്. ഈ നിർഗുണ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലുള്ള ആ അനുഭൂതി എങ്ങനെ ഉണ്ടാവും? സർവഭൂതേഷു ച ആത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷേത അനന്യഭാവേന ഭൂതേഷു ഇവ തദാത്മതാം എന്ന് പറയാണ്.
ആ ഒരു അനുഭൂതി എങ്ങനെ ഉണ്ടാവും? എല്ലാ സമസ്ത ചരാചരങ്ങളിലും അവനവനെ തന്നെയാണ് ദർശിക്കുന്നത്. കാരണം എന്റെ ഉള്ളിൽ ആ സത്യത്തിനെ ഞാൻ ദർശിച്ചു. അതുകൊണ്ട് ആ സത്യം തന്നെയാണ്, എന്റെ ഉള്ളിലുള്ള സത്യം തന്നെയാണ് സമസ്ത പ്രപഞ്ചങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. ടിൻറ്റുമോൻ ഫോൺ ചെയ്യാണ്. ടിൻറ്റുമോൻ അറിയില്ലേ നിങ്ങൾക്ക്? ടിൻറ്റുമോൻ ഫോൺ ചെയ്യാണ്. എന്നിട്ട് അപ്പുറ സൈഡ് ആളെടുത്തു. ഹലോ. ടിൻറ്റുമോൻ ഹലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അപ്പൊ അപ്പുറത്തൊന്ന് ഉത്തരം വന്നു, ഇത് ഞാനാട്ടോ. അപ്പൊ ടിൻറ്റുമോൻ പറയാണ്, ഓ ഇതും ഞാനാണല്ലോ, ഓ എന്തൊരു അത്ഭുതം, അപ്പുറത്തും ഞാനാണ് ഇപ്പുറത്തും ഞാനാണ്. അതുപോലെയാണ് ഇവിടെയും തോന്നുക. ആ നിർഗുണ ധ്യാനത്തിലൂടെ എന്ത് ലക്ഷ്യത്തിലാണ് എത്തിച്ചേരാന്ന് ചോദിക്കുമ്പോൾ കാണുന്നതും ഞാൻ തന്നെയാണ്, ഇവിടെയും ഞാൻ തന്നെയാണ്. ഒരു ഉപനിഷത്തിൽ പറയാണ്, ആത്മാവ് ബഹുസ്യാം പ്രജായേതി സതപോതപ്യത്. ആത്മാവ് തീരുമാനം എടുത്തു, എന്താണ്? സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ. അപ്പൊ ഒരു ആനന്ദമാണ് അല്ലെ, നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ ഒരു സുഖം. പക്ഷെ നമ്മുടെ തന്നെ സ്വന്തം ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ കാണാനും ഒരു ഭംഗി, സുഖം അല്ലെ, ആനന്ദം. അപ്പൊ കാണപ്പെടുന്ന എല്ലാം ഞാൻ തന്നെയാണ്. ഓരോ രൂപത്തില് നമ്മളൊരു മിറർ ഹൗസിന്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പൊ പല തരങ്ങളിൽ കണ്ണാടികളുണ്ട്. പക്ഷെ നമുക്കറിയാം ആ കണ്ണാടിയിലൂടെ കാണുന്ന എല്ലാം ഞാൻ തന്നെയാണെന്നല്ലേ. ചിലപ്പോൾ ചില കണ്ണാടിയിൽ നല്ല വണ്ണായിട്ട് കാണും, ചിലതിൽ മെലിഞ്ഞായിട്ട് കാണും, ചിലർ ചെവിയൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നതായിട്ട് കാണും അല്ലേ. അപ്പൊ എനിക്ക് നല്ല വണ്ണമുള്ള കണ്ണാടിയിൽ കാണാനും എനിക്ക് സന്തോഷം തോന്നൂല്ലേ. കാരണം അതായിരിക്കും എന്റെ ആഗ്രഹം. നല്ല വണ്ണമുള്ളവർക്കോ മെലിഞ്ഞായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ എല്ലാത്തിലും ഞാനാണ് എന്ന് അറിയാം. പക്ഷെ അറിയാത്ത നായ അതിന്റെ ഉള്ളിൽ പോയി കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുമല്ലേ. അതിൽ നിന്നും അന്യമായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ ആ ഭയം കൊണ്ട് അതിന് ഇരിക്കപ്പുറതിയില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന? ആ പരമകാഷ്ഠയിൽ എത്തിയ ആൾക്ക് എങ്ങനെയായിരിക്കും? സമത്വ ദർശനം. എല്ലായിടത്തും ആ ഭഗവാനെ തന്നെ ദർശിക്കുന്നു. ദേവഹൂതി ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ അധ്യാത്മയോഗം അല്ലെങ്കിൽ ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞുവല്ലോ, ഉപദേശിച്ചു തന്നുവല്ലോ, അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുമോ? ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശഃ പ്രഭോ. ഭഗവാൻ ഭക്തിയെ ഭക്തന്റെ ലക്ഷണത്തിലൂടെ പറയാണ്. ഭക്തന്മാർ പലതരത്തിലാണ്. താമസിക ഭക്തന്മാര്, രാജസീക ഭക്തന്മാര്, സാത്വിക ഭക്തന്മാര്. താമസിക ഭക്തന്മാര് എന്തായിരിക്കും? ഭൂതപ്രേത പിശാചുകളെ ആയിരിക്കും ഭജിക്കുക അല്ലെ. കുട്ടികൾക്കും ശിബിരങ്ങളൊക്കെ നടത്തുമ്പോൾ എപ്പോഴും ഉള്ള ചോദ്യം എന്താണ്? ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരില്ല, പക്ഷെ ഭൂതപ്രേതമുണ്ടോ എന്നൊരു ചോദ്യം എന്തായാലും അവിടെ ഉണ്ടാവും. കാരണം ആഗ്രഹം അതിനെ പറ്റിയിട്ടാണ് അറിയാനായത്. അപ്പോ ഇങ്ങനെ താമസികമായ ദേവതകളെ ആരാധിക്കുന്നവര് എങ്ങനെയായിരിക്കും? താമസിക ഭക്തന്മാര്. രാജസീക ഭക്തന്മാർ എങ്ങനെയായിരിക്കും? അവർക്ക് ഭഗവാനെ വേണ്ട, ഭഗവാനിൽ നിന്നുമാണ് വേണ്ടത്. ഭഗവാന്റെ അടുത്ത് പോകുന്നിട്ട് ഇപ്പൊ ഭഗവാൻ കാത്തിരിക്കുകയാണ്, ഭഗവാനെ തന്നെ പ്രദാനം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് എന്താ ചോദിക്കുക? ഭഗവാനെ എനിക്ക് അത് തരുമോ, ഇത് തരുമോ? ഭഗവാൻ റെഡിയായിട്ട് നിൽക്കുക, അയ്യോ എന്നെ തന്നെ നൽകാൻ. പക്ഷെ എന്നല്ലല്ലോ ചോദിക്കുന്നേ. ഭഗവാൻ അൺഎംപ്ലോയിഡ് ആയിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നിൽക്കുകയാണ് അല്ലെ. ആരും എന്നെ ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ രജോ ഗുണ ഭക്തന്മാര് സ്വാർത്ഥരായി എന്താ ചെയ്യുന്നത്? ഭഗവാനിൽ നിന്നും ചോദിക്കുന്നു, പക്ഷെ ഭഗവാനെ അല്ല. സാത്വിക ഭക്തന്മാരെങ്ങനെയാണ്? ഭഗവാനെയാണ്, വേറെ ഒന്നും വേണ്ട. സാകേത ലോകം വേണോ? വേണ്ട. സാരൂപ്യ മോക്ഷം വേണോ? വേണ്ട. എന്താ വേണ്ട പിന്നെ? മോക്ഷം വേണോ? അതും എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ഈ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി, അപരമമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഭക്തി, അത് മാത്രം മതി എന്ന് പറയാണ്. എന്നിട്ട് ഭഗവാൻ പ്രാകൃത ഭക്തന്മാരെ നിന്ദിക്കുകയാണ് ഇവിടെ. നല്ല രസമായ രീതിയിലാണ് പറയാണ്. ചിലരുണ്ട് ബിംബത്തിൽ മാത്രമാണ് ഭഗവാൻ, അതിന്റെ പുറത്ത് കാണുന്നത് അവർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാൻ അഭിഷേകമൊക്കെ ചെയ്യുന്നു, പക്ഷെ പുറത്ത് വന്നിട്ട് ഭിക്ഷക്കാരനെ ചവിട്ടുന്നു, ഭിക്ഷക്കാരൻ തെറി പറയുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ എന്തായിരിക്കും സ്ഥിതി അല്ലെ? ഭഗവാനെ ബിംബത്തിൽ മാത്രം ദർശിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷെ പുറത്ത് കാണുന്നത് ഒന്നും ഭഗവാൻ അല്ല. അപ്പൊ എന്താ അർത്ഥം? ഭഗവാനെ അതിൽ ദർശിക്കുന്നു, അവനവനിൽ ഭഗവാനെ ദർശിക്കുന്നില്ല, അതുകൊണ്ട് മറ്റുള്ളവരും ദർശിക്കാൻ സാധിക്കുന്നില്ല. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിത സദാ തം അവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം. അർച്ചാരൂപത്തിനെ ധ്യാനിക്കുന്നു, എന്റെ ശരിക്കുള്ള സ്വരൂപത്തിനെ വിട്ടുകളയുന്നു. യോ മാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനം ഈശ്വരം ഹിത്വാ അർച്ചാം ഭജത്തെ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. മൗഢ്യം കൊണ്ട് അർച്ചാരൂപത്തിനെയാണ്, ആ ബിംബത്തിനെ ആരാധിക്കുന്നു. പക്ഷെ അവരുടെ ആരാധന എങ്ങനെയുള്ള ആരാധനയാണ്? ഭസ്മന്യേവ ജുഹോതി സഹ.
ഞാൻ സ്വാഹ എന്ന് പറഞ്ഞ് അർപ്പിക്കുകയാണ്. എവിടെ? അഗ്നിയിലല്ല, ഭസ്മത്തിൽ അർപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇനിയും പറയാണ് ഭഗവാൻ, ദ്വിഷതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം മൃച്ഛതി. അവർക്ക് മനഃശാന്തി ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? ദ്വേഷിക്കുന്നു. എന്റെ തന്നെ സ്വരൂപമാണ് എല്ലായിടത്തും, പക്ഷെ വിദ്വേഷം വെച്ച് പുലർത്തുന്നു. എന്തുകൊണ്ട് വിദ്വേഷം വരുന്നു? ഭിന്നഭാവം വരുന്നു. ദ്വൈത ദർശനം എവിടെയുണ്ടോ അവിടെയാണ് ഈ ഭിന്നഭാവം. അതിനെയാണ് ഭിന്നഭാവം എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ലോകമാന്യ തിലക്കിന്റെ ഒരു എക്സാമ്പിളാണ് ഓർമ്മ വരുന്നത്. ലോകമാന്യ തിലക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ മകനോട് പറയാണ്, അച്ഛൻ 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് നീ പൂജ ചെയ്യണം എന്നിട്ടോ പറഞ്ഞു, ലോകമാന്യ തിലക്കിന്റെ മോന്റെ അടുത്ത്. അപ്പൊ മോൻ ചോദിക്കുകയാണ്, പക്ഷെ അച്ഛൻ പൂജ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അച്ഛൻ അവിടെ പറയാണ്, ഞാൻ എന്നും പൂജ ചെയ്യും മോനെ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, വെറുതെ കള്ളം പറയാനല്ലേ. അപ്പൊ അച്ഛൻ കൊണ്ടുപോവാണ് മോനെ അവിടെ മുകളിലേക്ക്, ടെറസിൽ കൊണ്ടുപോവാണ്. ദിവസവും ഒരുപാട് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന വീടാണ്. പലർക്കും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മുകളിൽ കൊണ്ടുപോയിട്ട് മോന് കാണിച്ചു കൊടുക്കാണ്, ദാ നോക്കൂ, ദാ വരുന്നില്ലേ, അവരൊക്കെയാണ് എൻ്റെ ഭഗവാന്മാര്, ഞാൻ എന്നും അവരെയാണ് ഞാൻ അർച്ചിക്കുന്നത്. അപ്പം അദ്ദേഹം ആ തലത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലെ. പക്ഷെ അതിന് നേരെ വിപരീതമായി ബിംബത്തിൽ മാത്രം ദർശിക്കുന്ന ആ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ തികച്ചും പ്രാകൃത ഭക്തൻ എന്ന് പറയാം. ഭഗവാൻ പറയാണ്, കപില ഭഗവാൻ, ഏറ്റവും അടിയിലിരിക്കുന്ന ഒരു യോനി എന്ന് പറയുമ്പോൾ കല്ലുകളിൽ നിന്നും ശ്രേഷ്ഠമാണ് സസ്യവർഗങ്ങൾ. സസ്യവർഗങ്ങളെക്കാട്ടും ശ്രേഷ്ഠമാണ് മൃഗപക്ഷിയാദികൾ. അതിലും ശ്രേഷ്ഠരാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യരിൽ ശ്രേഷ്ഠം ബ്രഹ്മജ്ഞാനിയാണ്, ആ ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ, സാക്ഷാത്കരിച്ചവൻ. പക്ഷെ അതിലും ശ്രേഷ്ഠനാരാണ്? എൻ്റെ ഭക്തൻ, എന്നെ സേവനം ചെയ്യുന്നവൻ അതിലും ശ്രേഷ്ഠനാണ്, അവൻ എനിക്ക് അതീവ പ്രിയനാണ് എന്ന്. ഇങ്ങനെയുള്ള ഭക്തനെ പുകഴ്ത്താൻ വേറൊരു രീതിയുണ്ട്. ഇനി നമ്മുടെ ശാസ്ത്രങ്ങളിൽ നഹി നിന്ദാ ന്യായം എന്ന് പറയും. നിന്ദിക്കാൻ വേണ്ടിയല്ല, ബാക്കിയുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി അതിന് നിന്ദിക്കുന്നു. ഇവിടെ പ്രാകൃത ഭക്തന്മാരെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നിന്ദ, ഉത്തമ ഭക്തനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ നിന്ദ. ഇത് നിന്ദ കഴിഞ്ഞിട്ടില്ല. ഭഗവാൻ നരകവർണ്ണന പറയുന്നുണ്ട് ഇവിടെ, നല്ല സുന്ദരമായ രീതിയിൽ നരകവർണ്ണന. ഇന്ന പ്രശ്നം, ഇന്ന തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന നരകം. അതിലെന്തൊക്കെയാ സത്കാരങ്ങൾ അതും പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ നമ്മുടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഒരു അത്ഭുത ഗതി. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴല്ല നമുക്ക് അടി കിട്ടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ ഒരു പ്രവണത. അടി കിട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലേ, പക്ഷെ അത് നടക്കുന്നില്ല. അത് കർമ്മത്തിന്റെ ഗതി രഹസ്യമാണല്ലോ, ഗഹനമാണ്. അതുകൊണ്ടാണ്, അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇവിടെ പറയാണ്, അത്രൈവ നരകഃ സ്വർഗ ഇതി മാതഃ പ്രചക്ഷതേ യാ യാതനാ വൈ നാരക്യഃ താ ഇഹ അപി ഉപലക്ഷിതാഃ. നരകം പുറത്തുള്ള നരകമല്ല, ഇവിടെ തന്നെ നരകവും സ്വർഗവും ഉണ്ട്. ഒരു പാതിരി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയാണ്, നീ പോയി പ്രഭാഷണം നടത്തുമ്പോൾ നിന്റെ മുഖത്തൊക്കെ ആ പുഞ്ചിരി വരണം കേട്ടോ, കയ്യും കാലയൊക്കെ പൊക്കി ആ പുളകിതം രോമാഞ്ചൊക്കെ വരണം. എന്നിട്ട് അങ്ങനെ ഭഗവാനെ വിളിക്കണം, എന്നാലേ സ്വർഗത്തിൽ എത്തുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ വിളിക്കണം കേട്ടോ എന്ന്. അപ്പൊ സ്വർഗത്തിലേക്ക് എത്താൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ശിഷ്യൻ ചോദ്യം ചോദിക്കുകയാണ്, ശരി, അപ്പോൾ നരകത്തിന്റെ വർണ്ണന വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഭാവം? നീ ഒന്നും ചെയ്യണ്ട, നീ ഇപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ നിന്നാ മതി എന്ന്. നരകവും സ്വർഗവും ഇവിടെ തന്നെ ഉണ്ടല്ലേ, നമുക്ക് അനുഭവ വേദ്യം തീർച്ചയായിട്ടും ആകുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഘോരമായിട്ടുള്ള നരകം, അതിനെപ്പറ്റി കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു പെടയിൽ വരാം. പക്ഷെ അതിനൊരു ആശ്വാസം നൽകുന്നുണ്ട് ഭഗവാൻ. എന്താ ആശ്വാസം? ഇത് നിത്യമല്ല, ടെമ്പററി ആണ്. പെർമനന്റ് ആയിരുന്നു നരകമെങ്കിൽ മോക്ഷത്തിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. നരകം തീർച്ചയായിട്ടും ടെമ്പററി ആണ്. അതൊരു വാഷിംഗ് മെഷീനിൽ പോലെയാണ്. നമ്മളെല്ലാവരും ദുഃഖം വരുമ്പോൾ നരകം ഇവിടെ അനുഭവിക്കുമ്പോൾ ഓർത്താ മതി, ഒരു വാഷിംഗ് മെഷീനിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷെ എന്നാൽ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ശുദ്ധമായിട്ടാണല്ലോ പുറത്തു വരുന്നത്. ആ ഒരു ആശ്വാസം തോന്നാം. മനസ്സ് ശുദ്ധമാവണോ, പാപം ക്ഷയിക്കുന്നു. അതൊരു ഇതാണ്, ഒരു ആഡഡ് ഒരു ബ്യൂട്ടിയാണ് എന്ന് പറയാം. എന്നിട്ട്
ഭഗവാൻ പറയാണ്, നരകത്തിൽ പ്രവേശിച്ച ഒരു ആത്മാവ് പിന്നീട് ശുദ്ധമായിട്ട് പുറത്തു വരുമ്പോൾ ഒരു മനുഷ്യ യോനി സ്വീകരിക്കുന്നു. യോനി സ്വീകരിച്ചിട്ട് ഗർഭാവസ്ഥയിൽ അതിന്റെ എന്തൊക്കെയാ പടിയായിട്ടുള്ള പുരോഗതികൾ അതെല്ലാം വിശദമായിട്ട് ഇവിടെ വരുന്നുണ്ട്. എംബ്രിയോളജി അല്ലെങ്കിൽ ഗൈനക്കോളജി, വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഒന്നാമത്തെ ദിവസം എന്താ സംഭവിക്കുന്നത്, രണ്ടാമത്തെ ആഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്, മൂന്നാമത്തെ ആഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്, ഏതേത് അംഗങ്ങൾ എപ്പോഴാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നത്, എല്ലാം സുന്ദരമായിട്ട് വർണ്ണന ഇതില് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അതും പറയുന്നുണ്ട് കേട്ടോ. ബാല്യ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്, യൗവന അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്, ഗാർഹസ്ഥ്യ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്, വാനപ്രസ്ഥ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്. എന്നിട്ട് ഇതിൽ പറയാണ്, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നരകം അനുഭവിച്ചതിന് ശേഷം ഒരു മനുഷ്യജന്മം കിട്ടി. ഇത്രയും കാലം ഞാൻ ഈ യോനികളിൽ പെട്ട് ഉഴലുകയാണ്. അതുകൊണ്ട് ഉള്ളില് ഇത്തിരി വൈരാഗ്യം ഉദിച്ചു. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ് ഉള്ളിൽ നിന്ന്. ഭഗവാനെ, എനിക്കെല്ലാം അനുഭവിച്ച് മതിയായിട്ടോ, അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങയെ സ്തുതിച്ചോളാം എന്ന് പറഞ്ഞ് വലിയ പ്രോമിസ് ഒക്കെ നൽകുന്നുണ്ട് വയറ്റിലിരിക്കുമ്പോൾ. പക്ഷെ പുറത്തു വരുമ്പോഴോ തഥാഗതിയല്ലേ, ഡിം എന്ന് പോകുന്നു. പിന്നെ ഭഗവാനെ സ്മരിക്കുന്നതേ ഇല്ല എന്ന് ഇതിൽ പറയാണ്. പിന്നീടോ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതായി തീരുന്നു. ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് ചിന്തയെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് പറക്കുന്നു. സ്ത്രീത്വം സ്ത്രീ സംഗത പ്രാപ്തോ വിത്താപത്യ ഗൃഹപ്രദം. പുരുഷനെ പറ്റിയിട്ടാണ് ചിന്തയെങ്കിൽ പുരുഷനായി തീർന്നു. ജഡഭരതന്റെ കട, മാനിനെ ചിന്തിച്ച് മാനായി തീർന്നു അല്ലെ. എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുന്നു. അതുകൊണ്ട് എന്താ വേണ്ടേ, ഭഗവാനെ ചിന്തിക്കൂ, ഭഗവത് പ്രാപ്തി തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വിശദീകരണത്തിന് ശേഷം ഭഗവാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഉപദേശം. ഇതാർക്കാണ് ഉപദേശിക്കേണ്ടത്? ന ഏതത് ഖലയോപദിശേത് ന അവിനീതായ കർഹിചിത് ന സ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച ന അഭക്തായ ച മേ ജാതു ന മത് ഭക്തദ്വിഷാമപി. അഭക്തന് ഇത് ഉപദേശിക്കരുത്, വിനയമില്ലാത്തവന് ഉപദേശിക്കരുത്, ഖലപുരുഷന് ഇത് ഉപദേശിക്കരുത്, എന്റെ ഭക്തനല്ലാത്തവര്, എന്റെ ഭക്തന്മാരെ വിദ്വേഷിക്കുന്നവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് അമ്മയുടെ അടുത്ത് പറയാണ്. ഇത് അമ്മ മുഖേന നമുക്കും ഉപദേശം നൽകുകയാണ്. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ശരി, അവർക്കൊന്നും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം, ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവരിനി വരികയില്ല. അത് മാത്രമല്ല, ആധ്യാത്മികതയോട് ചിലപ്പോൾ ഒരു വിമുഖത തോന്നിയേക്കാം, അതിനോടൊരു വെറുപ്പ് തോന്നിയേക്കാം. അപ്പൊ പാത്രം അറിഞ്ഞ് വേണം ഈ ജ്ഞാനം ഉപദേശിക്കാൻ. അമ്മയോട് പറയാണ്, നന്നായിട്ട് ശ്രവണം ചെയ്യൂ, ഭഗവാനില് മനസ്സ് നന്നായിട്ട് ഉറപ്പിക്കൂ, ഭഗവൻ മയമായി തീരട്ടെ, തീർച്ചയായിട്ടും അങ്ങേക്ക് മോക്ഷം മുക്തി ഉണ്ടാവും എന്ന് അനുഗ്രഹിക്കുകയാണ് കപില ഭഗവാൻ. എന്നിട്ട് ഉപദേശം നൽകിയതിനു ശേഷം ആശ്രമം വിട്ടു പോയി. അമ്മ അവിടെ ഇരുന്ന് ധ്യാനിച്ചു, ഭഗവാനിൽ ലയിച്ചു മനസ്സ്. അമ്മയുടെ ആ ശരീരം ദേവതകൾ വന്ന് കാത്തു രക്ഷിച്ചു എന്നാണ്. എന്നിട്ട് ആ കാല അവസാനം വന്നപ്പോൾ അമ്മ ഭഗവാനിൽ ലയിച്ചു. അപ്പം അമ്മയ്ക്ക് ആ ഒരു അനുഗ്രഹം കിട്ടി. സ്വന്തം മോൻ തന്നെ ഗുരുവായി വന്ന് തേടിപ്പോകേണ്ട ആവശ്യമൊന്നും വന്നില്ല. പലരും ചോദിക്കും, എനിക്കൊരു ഗുരുവില്ലല്ലോ, ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അന്വേഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരു വന്നോളും. നിങ്ങൾ ഗഡബഡ് ശിഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗുരുവും എന്താവും? ഗഡബഡ് ഗുരുവായിരിക്കും അല്ലെ. അന്വേഷണം നമ്മൾ അന്വേഷിച്ചു പോകണ്ട, ഈശ്വരൻ നമുക്ക് സപ്ലൈ ചെയ്യും ഗുരുവിനെ. ആ അന്വേഷണം ആത്മാർത്ഥമാണെങ്കിൽ ഇവിടെ അതാണ് തെളിയിച്ചിരിക്കുന്നത് ഭഗവാൻ. എന്നിട്ട് വിസ്രസ്ത മോഹപടല തം അഭിപ്രണമ്യ. ദേവി ധ്യാനത്തിന് മുൻപ് കപില മഹർഷി പോകുമ്പോൾ നമസ്കരിച്ചു. മോഹം മുഴുവനും ഉള്ളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ആ തൃപ്തിയോടുകൂടിയാണ് സ്വന്തം മകനെ അമ്മ പ്രണമിച്ചത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ, ജ്ഞാനം നന്നായിട്ട് ഉള്ളിൽ ഉറക്കട്ടെ. അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എപ്പോഴും ഓർത്തിരിക്കുക. ഒന്ന് മാത്രം ചെയ്താൽ പോരാ, രണ്ടും കൂടി വേണം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. നല്ലതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരു പരമ്പരയിൽ നിന്നും കിട്ടിയ അനുഗ്രഹമാണ്, ഒന്നും തന്നെ എൻ്റേതല്ല. ഈ ഒരു സത്രത്തിൽ ഇങ്ങനെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഒരു അവസരം തന്ന ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണമിക്കുന്നു.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.